സ്റ്റൈലൻ പാൻറ്, ബെൽ ബോട്ടൺ പാൻറ്, ഷെയ്ഡുള്ള പാൻറ്, 3/4 പാൻറ്. മഴ 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 നനയുമ്പോൾ നിഴവേകും നിറമുള്ള പാൻറ്, സ്റ്റൈലൻ പാൻറ്. എന്താണ് ഏട്ടാ ഇത് എത്രയാ വില? 700. നമുക്കും ഉണ്ടായിരുന്നു ഇങ്ങനൊരു പ്രായം. അന്ന് ആർക്കും വേണ്ടാത്തൊരു കൊല്ലി സൈക്കിളും കൂറ മുണ്ടും ഷർട്ടും. അന്ന് ഇന്ന് ഒരു മാറ്റവും ഇല്ല. ആകെ മാറിയത് സൈക്കിള് മാറി വണ്ടി വന്നു, അത്ര മാത്രം. ദൈവമേ, പാണ്ടിലോറി രക്ഷിക്കണേ. വന്നിരിക്കണു ബാക്കിയുള്ളവരെ അസൂയപ്പെടുത്താൻ. ഇദ്ദേഹമാണ് നമ്മുടെ ഈ ചെറിയ സിനിമയിലെ നായകൻ രഘു. ഇയാളുടെ രൂപവും വേഷവും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇയാൾക്ക് ഇങ്ങനെയൊന്നും നടക്കാനല്ല ആഗ്രഹം. ഈ കാലഘട്ടത്തിലെ 40 വയസ്സ് കഴിഞ്ഞ എല്ലാ ആണുങ്ങൾക്കും ഉണ്ടാകുന്ന ഒരുതരം ചെറിയ മാനസിക പ്രശ്നം ഈ തലമുറയിലെ യൂത്ത് പയ്യന്മാരെ കാണുമ്പോൾ നമ്മുടെ നായകനുണ്ട്. ഈ സിനിമയിലെ കഥ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഒരാളുടെ ഫോട്ടോഷൂട്ടിലൂടെ ഉണ്ടായ കഥയാണ്. സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു നെയ്യാറ്റിൻകരക്കാരന്റെ കഥ.
സമയാങ്കി ഒതുക്കണടേ. ഇരുന്ന് കണ്ണു നോക്കുന്നു കാണിക്കാതെ. എടേ ഈ സ്പീഡൊന്നും പണിയെ കണ്ടില്ലല്ലേ? പണിയൊക്കെ ആരാണ് കണ്ടത്? അതാ ഞാനും പറയണേ, ഈ സ്പീഡൊന്നും പണി കണ്ടില്ല എന്ന്. മതിയുടെ മാരടേ, കഴുകട്ടണ. ഇതൊന്നും പണിയെ കണ്ടില്ലല്ല. കഴുകണ കണ്ട എന്തര മറിച്ച പോലെ. സമയരോടായടേ, അവള് പോയി കാണും. പെണ്ണ് കെട്ടിയാൽ നീ നടങ്ങൂലടേ. പെണ്ണ് കെട്ടിയന്മാർക്കാണ് ഇപ്പൊ എന്നടേ ബാക്കിയൊന്നും പറയാത്ത. ഞാൻ വല്ലതും പറഞ്ഞ ശരിയാവില്ലടേ. ഒന്ന് സുഖിച്ചു വന്നതായിരുന്നു. നിനക്കൊക്കെ സ്ലാവിന്റെ അടിയിരുന്ന് സൊല്ല. ഞാൻ ഇത്തിരി കാണാൻ പോണേണ്. നമ്മളാരും പെണ്ണ് കെട്ടിയിട്ടില്ലേ? നീ പോയി കെട്ട്. ശരി രഘു, പണി പെട്ടെന്ന് തീർക്കാതെ ഞാൻ പോട്ടെ. എന്റെ അമ്മ എന്തോന്ന് ഇവന്മാര് പാൻ്റൊക്കെ ഇട്ട്. എന്തിനടേ ആശാരിപ്പണിക്ക് തന്നെയാണ് വന്നത്? ഇതൊക്കെ എന്തിനാ? പൈസ ഇട്. ആരാ ഇതാ അവന്മാർക്ക് കൂടെ കൂടെ. ഡേയ് സാധനം ഒന്നും എടുക്കുന്നില്ലേ? പോസ് പറ്റാനല്ലേ? അതൊക്കെ നിർത്തി. ഞാൻ നിങ്ങളെ കണ്ടറാക്കല്ലേ? കണ്ടറാക്ക കൊണ്ടറാക്ക. ഇനി ഷെയർ ഇടാൻ സാധനമില്ല. വീണ്ടും പോസ് പറ്റാൻ വന്നെങ്കിൽ സ്വന്തം പൈസ ശരിയാണോ? ഇവനെ പാണ്ടില് കയറി. അല്ലെങ്കിൽ വേണ്ട, വേറെ പണിക്കാരെ കിട്ടാനില്ല. എടേ സൂക്ഷിച്ചു പോണേടേ, മെനക്കേടുകൾ ഉണ്ടാക്കാതെ. ഈ പൂവ് കൊള്ളാല്ലേ? ആ പുഴു തൊടാതാ. തൊടലെന്ന് പറഞ്ഞിട്ട് തൊടാതാ. ചേട്ടാ അച്ഛൻ വാ വാ. നിനക്ക് ഇത്ര വൃത്തിയായിട്ട് നിന്നൂടെടി? ഓ പിന്നെ, എനിക്കിവിടെ ജില്ലാ കളക്ടറുടെ ജോലിയല്ലേ. എന്നാലും ഇത്തിരി വൃത്തിയൊക്കെ ആവാം. നല്ല കണ്ടാലൊക്കെ ഒരു ഇതൊക്കെ തോന്നും. ഏത് ഒരിതേ ഈ വൃത്തിയിൽ തോന്നി രണ്ടെണ്ണം അപ്പുറത്തുണ്ട്. ഓ അത് ശരിയാണല്ലോ. എടി പിള്ളേരെവിടെ? എടി ആ അവിടെ എവിടെയും കാണും. അവിടെ എവിടെയെങ്കിലും കാണുമെന്ന്. ഇവിടെ ഈ വീട്ടിലല്ലേ താമസം? ഓ രണ്ടാളും പഠിത്താണ്. ഇതാ ചോക്ലേറ്റ്. ഓ ഇന്നും ചോക്ലേറ്റ് തിന്നേന്ന് മടുത്തു. ആ വേറെ വാങ്ങിച്ചു തരാം. രണ്ടായിരം പഠിക്ക്. വേണ്ടെങ്കിൽ ഇങ്ങോട്ട് താ. ഓ പിന്നെ ഇപ്പൊ തരാം. അച്ഛാ കുറച്ചൊരു ഗെയിം കളിക്കാൻ ഫോണൊന്നും തരുമോ? ഗെയിം കളിക്കണ്ട, പഠിക്ക്. അച്ഛൻ മാത്രമാണ് എനിക്ക് ഫോൺ തരാത്ത. എന്റെ കൂട്ടുകാരുടെ അച്ഛന്മാരെല്ലാം അവർക്ക് ഫോൺ കൊടുക്കും. അത് മക്കളോട് സ്നേഹമില്ലാത്ത അച്ഛന്മാരാണ്. ഗെയിം കളിച്ചാലേ കുട്ടികൾ വഷളാവും. അപ്പൊ അച്ഛൻ വഷളാണോ? അതിന് ഞാൻ ഗെയിം കളിക്കുന്നില്ല. അപ്പൊ അച്ഛൻ എപ്പോഴും ഫോണിൽ കുത്തണതോ? അത് അച്ഛന്റെ പണിക്കാരും നോക്കുന്നതല്ലേ. ഒന്ന് പോവാച്ച, ഫോണിലല്ലേ പണിക്കാര്യം. ശരി ടീച്ചർ, നോക്കാം. ദേ ഫോണിങ് തന്നെ. എന്തിന്? മോന്റെ ക്ലാസ് ടീച്ചർ വാട്സാപ്പിൽ എന്തോ അയച്ചു, നോക്കട്ട്. വാട്സാപ്പിലോ? എന്റെ ഫോണിലോ? നിന്റെ ഫോണിൽ അയക്കാൻ പറയടി. ഇതിലെന്തോ അയക്കാൻ? നല്ലൊരു ഫോൺ വാങ്ങിച്ചു തരാൻ പറഞ്ഞ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ചാറ്റ് ചെയ്ത് വഴി തെറ്റുന്നു. ദേ മറ്റുള്ള പെണ്ണുങ്ങളെയൊക്കെ പറയണ പോലെ എന്നെ പറഞ്ഞോണ്ടല്ലോ. ആ ഫോൺ ഇങ്ങോട്ട് നോക്കട്ടെ. അതിങ്ങോട്ട് നോക്കട്ടെ. നോക്കട്ടെ. അവിടെ ഇരിക്കും മനുഷ്യ. അജി ഇതൊക്കെ എന്തോന്ന്? അതാണ് ഞാൻ ഫോൺ തരാത്തത്. ഇന്ന് ഞാനിത് അടുപ്പിലിടും. അടുപ്പിലോ? ഫോൺ തരാൻ. ഫോൺ തരൂല. അങ്ങനെ ഇപ്പൊ നിങ്ങൾ കാണണ്ട. അന്ന് ഞാൻ കാണുന്നല്ല, വാട്സാപ്പിലൊക്കെ വരുന്നില്ലേ.
അല്ലെങ്കിൽ തന്നെ നീ ഉള്ളപ്പോ ഞാൻ തന്നെ ഇതൊക്കെ കാണുന്നത്. ഒന്ന് പോ മനുഷ്യന്റെ മേത്ത് വിടാതെ. ഈ രാത്രി നിന്നെ വിട്ടിട്ട് ഞാൻ ഉടപ്പാനാ? നീ എന്നെ മുത്തല്ലേ? സമ്മതിക്കില്ല. മാറുന്നില്ല മനുഷ്യൻ. പിള്ളേരുടെ കാര്യം. എടി ഫോൺ താടി. വരുമ്പോ ഇത്തിരി സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരണേ കേട്ടോ. ഓ വാങ്ങാമാ. നാളെ വല്ലതും വെക്കണമെങ്കിൽ മതി. എങ്ങനെയാ പോകുന്നേ? വർക്ക്ഷോപ്പിൽ നിന്ന് വിളിച്ചിരുന്നു, വണ്ടി ശരിയാക്കി വെച്ചേക്കുന്നു. അതുവരെ രഘുവണ്ണോട് പോവാ. ശരി. അച്ഛാ ഐസ്ക്രീം വാങ്ങിച്ചോണ്ട് വരണേ. വാങ്ങാം മോളെ. പിന്നെ അതേ ചേട്ടാ, അച്ഛനെന്നെ വിളിക്കുമായിരിക്കും ടിക്കറ്റിന്റെ കാര്യം ചോദിക്കാൻ. പാസ്പോർട്ടിന് അപേക്ഷിച്ചിരിക്കണല്ലേ ഉള്ളൂ, അത് വരട്ടെ. എന്നിട്ട് പറയാം. ഐസ്ക്രീം മറക്കല്ലേ. വാങ്ങിച്ചിട്ട് വരാം. ടാറ്റാ. വണ്ടിക്ക് എന്ത് പറ്റിയാണ്? വണ്ടിക്കൊന്നും പറ്റിയില്ലേ? എനിക്കെന്തിനും പറ്റുമെന്ന് നോക്കുന്ന. എടേ ബ്രേക്കില്ലടേ. എന്റെ കേട്ട്. അല്ല നീ എങ്ങോട്ടാ? ഞാനേണ്ണ ഇന്നലെ വൈകുന്നേരം ഇങ്ങോട്ട് വരുന്ന സമയം വണ്ടി പണിയായി, വർക്ക്ഷോപ്പിൽ കയറ്റി. അണ്ണ അങ്ങോട്ട് പോണ വഴിക്ക് എന്നെ അവിടെ നിന്ന് ഇറക്കി തന്നാ മതി. ഞാനങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ ആലോചിക്കുമായിരുന്നു. ആ സങ്കടം മാറിക്കിട്ടാ കയറ. അല്ല പിന്നെ അണ്ണം പൊയ്ക്കോ, ഞാൻ അങ്ങ് നടക്കാം. ഞാൻ ഇതുവഴി അങ്ങ് കയറേ. വീണ കൈയും കാലും ഓടിയോ? അത്രയല്ലേ ഉള്ളൂ. അല്ല ഞാൻ കയറടേ ഇങ്ങോട്ടെ. പതുക്കെ ഒന്ന് പിടയ്ക്കാതിരിടേ. കാത്തു. എന്തിനു മേസരി അലുവയ്ക്ക് മധുരമില്ലാത്ത? ഇന്നലെ അച്ഛൻ വാങ്ങിച്ചോണ്ട് അലുവയ്ക്ക് നല്ല മധുരമായിരുന്നു. ഓ ഇതോണ്ടേ നിന്നെ ഉണ്ടാക്കിയതാ വാങ്ങിച്ചതാ. ഗ്രീസാണ് അലുവെന്ന് പറഞ്ഞിട്ട് കഴിക്കുന്നത്. മേസരി എന്നെ ഉണ്ടാക്കിയതാണെന്ന് തോന്നാട്ടാ. അച്ഛൻ ഇന്നലെ പറഞ്ഞിട്ട് യവനെ ഉണ്ടാക്കിയ നേരത്തെന്ന്. അപ്പൊ അമ്മ ചെറഞ്ഞ് അതോടെ അച്ഛൻ നിർത്തി. കണ്ണാകുണ്ണി എടുത്തോടാ. അച്ഛൻ വിളിക്കുന്ന അതേ പേര് നിങ്ങൾ അച്ഛനും കൂട്ടുകാരാ? കൊന്നുകളയും. പാൻറ് എടുത്തോടാ. എന്റെ രാണ ഇവനെ നേരത്താണോ? ഉയിര് വീണു. ശരിയാണോ? അപ്പൊ ശരിടാ, കാണാം. ഇങ്ങനല്ലേ രാവിലെ? ഇന്ന് പണിക്കാരില്ലേ? ഉണ്ടല്ലോ. പിന്നീട് ആരും കണ്ടില്ല. ആരും വന്നില്ലേ? മണി 10 ആയല്ലോ. ആരും വന്നില്ലേ? ഒരുത്തൻ വന്ന് അതാ ബാത്റൂമിൽ കിടന്ന് തൊള്ളണ്. എനിക്കൊന്നും കേൾക്കണ്ട, എനിക്ക് ചിങ്ങത്തി വീട് കൊടുക്കാളയാണ്. പണി എത്രയും പെട്ടെന്ന് തീർത്ത് തരണം. പണി ഞാൻ സമയത്തിന് തീർത്ത് തരും. ഒന്നുകൊണ്ടും പേടിക്കണ്ട നിങ്ങള്. ശരി. ഇവന്മാരിത് എവിടെ പോയി കിടക്കുകയാണ്? ഇന്നാലത് കെട്ട് മാറി കാണില്ല. ഒന്ന് വിളിച്ചാലോ? അല്ലേ വേണ്ട, പോയി നോക്കാം. വിളിച്ചാ എടുക്കൂല. തല തീരുമാനമായി. ഇന്നലത്തെ ബാക്കി സാധനമാര് തീക്കുമല്ല. നീ പണിക്ക് വരുന്നില്ലേ? അണ്ണാ കൂട്ടുകാരന്റെ അച്ഛൻ മരിച്ചുപോയി. ഏത് കൂട്ടുകാരന്റെ? അണ്ണാ മനുവിന്റെ അച്ഛൻ. എന്റെ അച്ഛനൊന്നല്ല അണ്ണ, അങ്ങനെ വീട്ടിൽ കിടന്നുറങ്ങും. ഈ മനുവല്ല അണ്ണാ, നമ്മളെ കറവക്കാരൻ മനു. അത് കുറച്ച് ദിവസം ആയില്ലടേ തന്നെ അണ്ണാ. പക്ഷെ അതിന്റെ ചെലവെന്നാണ്. ചെലവ് കോപ്പ കളിക്കാതെ പണിക്ക് വേണേ. അണ്ണാ ഭയങ്കര ചെലവെന്നാ പറയണത്. നീ വന്നേ. പുല്ല് ചെലവിന് വരട്ടെന്നിട്ട് ചോദിക്കാനാണോ എന്തോ. പറഞ്ഞും പോയല്ലേ. സമയത്താണ് അണ്ണാ. ഇനിയിപ്പോ സമയത്തിലായില്ലേ? നാളെ വന്നാ പോരെ അണ്ണാ? എടാ അവർക്ക് ചിങ്ങത്തെ പാല് കാച്ചേണ്ടതാണെന്ന്. നീ വരുന്നു, അത് നിന്റെ ഉടായ്പ മൊത്തം നിന്റെ പെണ്ണുമ്പിളോട് ഞാൻ പറയണോ? വേണ്ട അണ്ണാ, വേണ്ട. ഞാൻ വരാം. എന്നാ നിനക്ക് കൊള്ളാം. ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറ്റിക്കോട്ടെ. പോയിട്ട് വാ. ആര് ചത്താൻ ജനിച്ചാൽ ഇങ്ങനെ പണി എന്നുള്ള ചിന്തയുള്ളു. ഇങ്ങനെ ചത്ത ഒറ്റ പട്ടികളും പോവില്ല, ഞാനും പോവില്ല. നോയിക്കോ. സമയത്ത് എന്താ താടിയും മുടിയും വെട്ടാൻ വേണ്ടിട്ടിരുന്നത്. അണ്ണാ ഞാൻ രാവിലെ കക്കൂസി പോയില്ല. ചുമ്മാരടെ അവിടെ ചെന്ന് കുഴി കുത്താം. അവിടെ ഇനി കുഴി കുത്താൻ സ്ഥലം ഉണ്ടെന്തോ. നിനക്ക് ഇതൊക്കെ തന്നെയല്ലേ അവിടെ പണി?
സ്വല്പം തൈര് കൂടുതൽ വെച്ചിട്ടുണ്ട് ഇന്നലത്തെ കെട്ട് മാറാൻ. പറയടാ. നീ വരണില്ലേ? അങ്ങനെ പണിക്ക് വിളിക്കാൻ വേണ്ടി രാവിലെ വന്ന് വീട്ടിൽ നിൽക്കുന്നു. അല്ലേ പണിക്ക് പോകരുത്. ഇന്നലത്തെ ബാക്കി സാധനം പോയിട്ട് മിലിറ്ററി സാധനം കൂടെ കിട്ടിയിട്ടുണ്ട്. പണിയൊക്കെ നാളെയും ചെയ്യാം. വൈകുന്നേരം എന്റെ തുള്ളി പോലും കിട്ടൂല. അറിയാല്ല, വേണമെങ്കിൽ വാ. അല്ലണ്ണ, രാവിലെ നടക്കുന്ന ഒരു ശീലമുണ്ട്. ഇന്ന് പറ്റിയില്ല. അല്ലണ്ണ, 3 പോലീസ് ഞാനങ്ങ് സഹിച്ചു. കയറി വണ്ടിയല്ലേ. അയ്യോ, കൊണ്ടേ പോവുള്ളല്ലേ അമ്മ. ചുമ്മാ അതെങ്ങനെ കാണാൻ പറ്റും? അടുത്ത ആഴ്ച എന്താ ബാത്റൂമില്? അണ്ണാ, നിങ്ങൾ വന്നാ? അതല്ലല്ലോടാ ഞാൻ ചോദിച്ചത്. അമ്മ വിളിച്ചതണ്ണാ. എടാ പോടാ, പോയി എന്നിട്ട് പണി ചെയ്യടാ. മേശരി. അമ്മ മേശരി വന്നേ, ഞാൻ പണി കഴിഞ്ഞിട്ട് വിളിക്കാം. അങ്ങനെ ഒന്ന് വിളിയടേ, കൊറേ നേരം ആയല്ലേ. നോക്കട്ടെ. രഘു 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 ബ്രോ. ഹലോ അണ്ണാ, നിങ്ങൾ എവിടെ വരുന്നില്ലേ? നിങ്ങൾ ഇറങ്ങടേ. പിന്നെ ഇല്ലേ, നമ്മൾ എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യണ്. ആണാ? എടാ ഞാൻ എവിടെ വരട്ടെ? ഓ, ഇവിടെ വടകോട് ക്ഷേത്രത്തിന് അടുത്തോട്ട് വന്നാ മതി. ഓ ശരി. ഓക്കെ ഓക്കെ. അങ്ങേരി പോരും കേട്ടാ. അങ്ങനെ ഇനി വന്നിട്ട് വന്നെന്ന് പറയാടേ. ഉമ്മാരടുത്തിന് എന്ത് പറയും? ഒന്നും പറയണ്ട, വലിയ അണ്ണാ. നിങ്ങൾ പോണ? എടാ ശശി കിടന്ന് വിളിക്കുന്നേ, ആ മരം മുറി വെച്ച് കൊടുക്കാൻ. ശശി, നിനക്ക് ഏതൊക്കെ ശശി അറിയാം? എനിക്കൊരു ശശി അറിഞ്ഞൂടാ, അതുകൊണ്ടാ ചോദിച്ചത്. എന്നാ പിന്നെ അത് അറിയണ്ട. നിങ്ങൾ തേച്ചിട്ട് പോവുകയാണെങ്കിൽ നമ്മളെല്ലാം കൂടി പുറകെ ഇറങ്ങി വരും. എടേ, മരം മുറി വെക്കാനാടേ പോണോ? എനിക്ക് അത്ര വിശ്വാസം പോരാ. അത്ര വിശ്വാസം പോരാ? എന്നാ നീ ഒരു കാര്യം, നീ പോയി മുറി വെക്ക. ഞാൻ ഇനി ഇഞ്ചൊക്കെ എവിടെ കിടന്ന് തപ്പിയെടുക്കാനാണ്. നിങ്ങൾ പോയിട്ട് വരി. പോയിട്ട് വരുവടേ. വരും. അമ്മയല്ലേ, അമ്മ വിളിക്കുമ്പോ ഞാൻ സംസാരിച്ചോളാം. ആ മധുരമുള്ള ശബ്ദം ഞാനൊന്ന് കേക്കട്ടെ. അമ്മ കാമുകി. ഞാൻ പറയണം, നീ സാധാരണ നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നു അങ്ങേര്, അതായത് അങ്ങേരെ കൊണ്ട് എല്ലാരും പാൻറ്, എവിടെ നോക്കിയാലും പാൻറ്, എല്ലാരും പാൻറേ. മുണ്ടാരും ഇല്ലേ? നിങ്ങൾ കൂറ മുണ്ടെടുക്കണമെന്നും പറഞ്ഞു അണ്ണാ വല്ലപ്പോഴും പാൻഡടി ഒരു മരി കളവന്മാരെ പോലെ. അല്ലെങ്കിൽ ഇങ്ങനെ കളവും തന്നെ. ഈ ജന്മം ഇങ്ങനെ പോട്ടടേ. ഇനി പാൻറിടാ, നിങ്ങൾക്ക് ഇനി വേറെ ജന്മം വരും. അണ്ണാ, ഞാൻ ഒരു കാര്യം പറയട്ടാ. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം പോലെ പാൻറ്റൊക്കെ ഇടണം, എന്നാലും നമ്മുടെ ഒരു സ്റ്റാൻഡേർഡിനൊക്കെ ഒത്തു വരത്തുള്ളൂ. അല്ലാതെ ഈ ഔട്ട് ഓഫ് മോഡൽ സാധനമൊക്കെ ആയിട്ട് നിങ്ങൾ ഇനി എത്ര കാലം ഉണ്ടാ? പോടെ പോടെ, ഇനി ഞാൻ പാൻറ്റെടുത്ത നാണക്കേടല്ലേ. ഇവിടെ ഓരോരുത്തന്മാരെ നിക്കറിട്ടാണ് നടക്കുന്നത്. നിക്കറല്ലടാ, അത് ബോക്സറാണ്. അത് നിക്കർ പോലെ തന്നെയല്ലേ ഇരിക്കുന്നത്. എടേ, ഞാൻ പാൻറ്റെടുത്തെന്ന് ആലോചിച്ച് നോക്കി. മതി മതി, വാ പോവാ. ബാക്കി കാറിൽ വലിയ സദ്യ. അല്ല, നീ തിന്നണമെന്ന് എനിക്ക് കാണാനില്ലല്ലോ. ഞാൻ നിന്നെ പോലെ അല്ലടേ, ഞാൻ പിറ്റേന്ന് രാവിലെ കളഞ്ഞേ. തിന്നാൻ പോകാൻ വേണം. അല്ലെങ്കിൽ ഇവന്റെ ഒക്കെ വായി നീ തീട്ട കേസുകളെ വരുള്ളൂ. ഞാനൊരു നാൾ സ്റ്റൈലൻ പാൻറ്, ബെൽ ബോട്ടൺ പാൻറ്, ഷെയ്ഡുള്ള പാൻറ്, 3/4 പാൻറ്. മഴ 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 നനയുമ്പോൾ നിഴവേകും നിറമുള്ള പാൻറ്, സ്റ്റൈലൻ പാൻറ്.
പഠിത്തമൊക്കെ കളഞ്ഞ് 13-ാം വയസ്സിലാണ് പണിക്കിറങ്ങുന്നത്. അന്ന് കുടുംബത്തെ രക്ഷിക്കാൻ അതേ ഉള്ളായിരുന്നൊരു മാർഗം. ഇന്ന ജോലിയൊന്നും ഇല്ലായിരുന്നു, എല്ലാ ജോലി. ഒടുവിൽ ആശാരിപ്പണിയും. അന്ന് നെയ്യാറ് കടന്നു വേണം അക്കരെ എത്താൻ. അന്ന് ഇതുപോലെ വണ്ടി പോകുന്ന പാലങ്ങളൊന്നും ഇല്ലായിരുന്നു. ആകെപ്പാടെ ഉണ്ടായിരുന്നത് ഒരു റെയിൽവേ പാലം. അതിലൂടെ നടക്കുമ്പോൾ താഴോട്ട് നോക്കുമ്പോൾ എനിക്ക് തല കറങ്ങും. അത് കാരണം ആറ്റിലിറങ്ങി നടന്നാണ് അക്കരെ പോണത്. വള്ളക്കടത്തുണ്ടായിരുന്നു, പക്ഷെ അതിന് പോകാൻ ശ്രമിച്ചാൽ കിട്ടുന്ന കാശ് മൊത്തം അതിനെ തികയൂ. ഈ ആശാരിപ്പണിയൊക്കെ പഠിക്കാൻ പോകുമ്പോൾ നമുക്കൊന്നും അതിന് മാത്രം പൈസ കിട്ടില്ല. കൂടാതെ ദാരിദ്ര്യവും. അന്ന് ഞാൻ പോയിട്ട് കൂടെ ഉള്ളവരെല്ലാം മുണ്ടായിരുന്നു എടുക്കുന്നത്, ഞാൻ മാത്രം പാൻറ്. അതും സ്വന്തമല്ല, വേറെ ആരെങ്കിലും ഉപയോഗിച്ച് തരും. അന്നവർ നിക്കർ വരെ മടക്കി കുത്തി നനയാതെ അക്കരെ കിടക്കും. പാൻറ് അങ്ങനെ മടക്കി കുത്താൻ പറ്റില്ലല്ലോ. ഞാൻ അക്കരെ എത്തുമ്പോഴേക്കും പാൻറ് മുഴുവൻ നനഞ്ഞിരിക്കും. പിന്നെ നനഞ്ഞ പാൻറ്റുമായി 3-4 കിലോമീറ്റർ നടക്കണം. അന്ന് കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു, രഘു പാൻറ് മാറ്റി ഇനി മുണ്ടെടുക്കണമെന്ന്. അന്നിടുത്ത മുണ്ട, പിന്നെ ഇതുവരെ പാൻറ് ഇട്ടിട്ടില്ല. സത്യം പറഞ്ഞ ഇപ്പൊ ആഗ്രഹമുണ്ട് നിങ്ങളെപ്പോലൊക്കെ പാൻറ്റൊക്കെ ഇട്ട് നടക്കണമെന്ന്. പക്ഷെ ഞാൻ പാൻറ്റിട്ട് നടക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി. ചേട്ടൻ ധൈര്യമായിട്ടിരിക്കേ, നമുക്ക് പാൻറ്റൊക്കെ ഇട്ടൊരു പുതിയ മേക്ക് ഓവറിലേക്ക് ഇറങ്ങാം. ഇങ്ങനെ പോടാ, തമാശ പറയാതെ. തമാശ അല്ലണ്ണ, ധൈര്യമായിട്ടിരി, നമുക്ക് പാൻറ്റൊക്കെ ഇട്ട് പൊളിക്കാന്ന്. പറഞ്ഞ കലിപ്പാവ് എന്തോ, എന്നാലും പറഞ്ഞു നോക്കാം. ഡി, ഞാൻ പാൻറ് ഇട്ടാലെന്ന് ആലോചിക്കുക. പാൻറ് ഇപ്പോഴത്തെ യൂത്ത് പയ്യന്മാരൊക്കെ ഇടത്തില്ലേ, അതുപോലത്തെ. ഊത്ത് പയ്യന്മാരാ? പൊടി, ഊത്തല്ല, യൂത്ത് പയ്യന്മാർ. ആദ്യം ഓട്ടയില്ലാത്തൊരു നിക്കർ വാങ്ങിച്ചിടാൻ നോക്ക്, പിന്നെ പാൻറ് ഇടാം. കല്യാണത്തിന് വാങ്ങിച്ച നിക്കർ അത് ഇതുവരെ മാറ്റാൻ പറ്റിയിട്ടില്ല. അയൽക്കാർ കാണുമല്ലോ എന്ന് പേടിച്ച് നനച്ച അശ പോലും വിരിക്കാറില്ല. അത് ശരിയാണ് അച്ഛാ. ഇന്നാളും അപ്പുറത്ത് ആന്റി പറയുന്ന കേട്ട് ഇതെന്തോ നരിക്കുന്ന അരിപ്പാണോന്ന്. എടാടാ മതിയടാ, വലിയ വായി ചെറിയ വർത്താനം പറയുന്ന. ഓ, ഈ അച്ഛൻ നേരത്തെ ഒരു പഴഞ്ചൊല്ലു പോലും പറയാറുണ്ട്, എന്നിട്ടാണ് പാൻറ് ഇടാൻ പോണത്. പാൻറ് പോലും പാൻറ്, ഇനി അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. എടി പയ്യന്മാരൊക്കെ പറയവാ ഞാൻ പാനിട്ടാലേ നന്നായിരിക്കും. നന്നായിരിക്കും പാൻറ് ഇട്ടാ, അമ്മമാർക്ക് പ്രാന്താ. അതെന്താ ഞാൻ പാനിട്ടാ? ഈ വയസ്സാം കാലത്ത് നിങ്ങൾക്ക് പാൻറ്റും കോപ്പും എന്ന് പറയാൻ നാണോ അല്ലേ മനുഷ്യ? വയസ്സനോ? ആര്? ഞാനോ? എടി ചെറിയൊരു മങ്ങലിപ്പേ ഉള്ളു കേട്ടോ, ഗ്ലാമറിന് ഒരു കുറവുമില്ല. ഓ, ഒലിക്കാണ് നിങ്ങളുടെ ഗ്ലാമർ. ഓ, ഒന്ന് നിർത്തോ, നിങ്ങളിത് എപ്പോ നോക്കിയാലും വഴക്കാണല്ലോ. ഈ അമ്മയും അച്ഛൻ എവിടെ നിന്ന് കിട്ടി? ഒന്നും പറയണ്ട മക്കളെ, പണ്ട് പ്രേമിക്കാൻ പോയപ്പോ കളഞ്ഞു കിട്ടിയതാ. അതൊക്കെ ഒരു കഥ. വരുന്നുണ്ട്, കൊടുക്കാം. നാളായില്ലല്ലോ ചേട്ടാ, എത്ര നാളായിട്ട് പറയുന്നു. ഈ കത്തും കൊണ്ടൊന്നും എന്റെ പറയാൻ നടന്നിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഫോൺ നമ്പർ ഇതാ, വിളിച്ചു പറയാം. കഷ്ടം. അതെ, ഒന്ന് നിന്നേ. എന്നെയാണോ? ആ, നിങ്ങളെ തന്നെ. നിങ്ങൾക്ക് നാണോ മാനോ ഒന്നുമില്ലേ? ഇത് തന്നെ ആണല്ലോ അവളും പറഞ്ഞത്. ഭയങ്കര തൊലിക്കെട്ടി തന്നെ. നിനക്കെന്നെ നേരത്തെ അറിയാ? ഞാനിത് സ്ഥിരം കാണുന്നല്ലേ. ഓ, അസൂയ. ഇതെന്തോന്നു? കത്ത്, ലവ് ലെറ്റർ. എനിക്കെന്തിനാ? നീയല്ലേ പറഞ്ഞ എനിക്ക് തൊലിക്കെട്ടി കൂടുതലാണ്. എന്നാ നീ വെച്ചു. വേണമെങ്കിൽ വാങ്ങിക്കാൻ, എനിക്ക് പോയിട്ട് ജോലിക്ക് കയറേണ്ടതാ. താമസിക്കുന്ന അയാൾ ശമ്പളം വെട്ടിക്കറയ്ക്കും. ഒന്നാമതൊരു വെട്ട് വെട്ടിയാ തരുന്നേ. പിടിക്ക്.
എനിക്ക് എത്രയും പ്രിയപ്പെട്ട കുത്ത് കുത്ത് കുത്ത്. ഇതെന്തോന്ന്? ഇതെന്താ ഇങ്ങനെ? എനിക്ക് അവിടെ വേറെ അറിയില്ല. ബെസ്റ്റ്. ഇതില് ബാക്കി മുഴുവൻ അക്ഷരത്തെറ്റാണല്ലോ. ഇങ്ങനെയാണോ ലവ് ലെറ്റർ എഴുതുന്നേ? അതെ, ഞാൻ പഴയ 7ാം ക്ലാസ് കുസ്തിയുമാ. ഇത്രയൊക്കെ പറ്റും. വേണമെങ്കിൽ മതി, അല്ലെങ്കിൽ നീ വേറെ നോക്ക്, ഞാൻ വേറെ നോക്കാം. എന്തായാലും പെണ്ണ് കെട്ടായിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഉണ്ടായിരുന്ന തന്തയും തള്ളയും പോയി. എവിടെ പോയി? പരലോകത്ത് ഒരു പെങ്ങളുണ്ടായിരുന്നു, കെട്ടിച്ചയച്ചു. ഈ പേരൊന്ന് പൂരിപ്പിച്ചു തരുമോ? പേരെന്താ? ഗൗരി. തറ പറന്ന് എഴുതാൻ പഠിപ്പിച്ച എന്റെ ടീച്ചർമാരെ തെറ്റല്ലേ. മണ്ണിലേക്ക് വിരുന്നു വന്ന മധുചന്ദ്രലേഖ ഇവളൻ മനസ്സിൽ തന്ത്രികൾ ഒപ്പിച്ചല്ലേ? പിന്നല്ലാതെ ഞാനാരാ മോൻ? അങ്ങനെ പറ്റിപ്പോയി മക്കളെ. ഇവിടെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് വലിയ ജോലിക്കാരിയായിരിക്കുമെന്ന്. പിന്നല്ലേ മനസ്സിലായ തുണിക്കട തുണി മടക്കലാന്ന്. അങ്ങനെ എന്റെ ജീവിതം പോയി. മനുഷ്യ, നിങ്ങളെ കെട്ടി എന്റെ ജീവിതമാണ് കട്ടപ്പുകയായത് കേട്ടോ. ആ കടയിലെ മുതലാളി എന്നെ കെട്ടോന്ന് പറഞ്ഞായിരുന്നു. പിന്നെ മുതലാളിമാർക്ക് അതല്ലേ പണി? പിള്ളേർ കിടന്നുറങ്ങിയോ? ഒന്നും പിരിച്ചുമില്ല, തലയാണേം വെച്ചില്ല. എന്നാലും അവളുടെ പേരെന്തായിരിക്കും? നിനക്കറിയോ? എന്തിനാ? ഫേസ്ബുക്കിൽ തപ്പാനായിരിക്കും. പിന്നെ എനിക്കതല്ലേ പണി. എനിക്കും വേണ്ട തലയാണേം വിരി. ഞാൻ കിടന്നുറങ്ങാൻ പോകണം. ഈ സമയത്താന്ന് അവിടെ പോയി നിൽക്കാൻ തോന്നിയത്. അതാ നല്ലത്. Oh, look at that shot. A beautiful shot on the onside. Just straight to work. What a beautiful shot. Mahdi Hassan is out to convey Noren. Like ball sliding on the middle or behind his back on defense. This was the variation after getting the previous balls to turn sharply. How they put it. നീ ഇന്നലൊന്നും പറഞ്ഞില്ല. എന്തോന്ന്? പാന്റ് ഇടുന്ന കാര്യം. നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ മനുഷ്യ? തലയ്ക്ക് വെളിവില്ലാതെ വല്ലവനും വല്ലതും പറയുന്നത് കേട്ട് ചാടാൻ. എടി, അവന്മാര് പറഞ്ഞ കേട്ട് മാത്രമല്ല എനിക്ക് ആഗ്രഹമുണ്ട് പാന്റ് ഇടണമെന്ന്. ഞാൻ മാത്രം എവിടെയും പോയി കഴിഞ്ഞാൽ ഒരുമാതിരി പഴഞ്ചന്മാരെ പോലെ കുറെ ഷർട്ടും മുണ്ടും. അവന്മാരെന്നെ സപ്പോർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അവന്മാർക്ക് പ്രാന്ത്, അല്ലാതെ ഞാനെന്താ പറയാനാ? എടി, അന്ന് ഇതിൽ ഹരിയൊക്കെ പറഞ്ഞ് എനിക്ക് പാന്റ് നന്നായിട്ട് ചേരുവന്ന്. അതാ പറഞ്ഞത് പ്രാന്തെന്ന്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ? വീണ്ടും വീണ്ടും എന്തിനാ എന്നോട് ചോദിക്കുന്നേ? നല്ല പ്രായത്തിൽ വാലാകോല നടന്നിട്ട് ഇപ്പൊ വയസ്സാം കാലത്ത് പാന്റ് ട്രൗസർ എന്ന് പറഞ്ഞ് നടന്നോളും. ബാക്കിയുള്ളവരെ കൂടെ നാണം കെടുത്താൻ. ലോകത്ത് ഈ വീട്ടിൽ മാത്രമേ ഉള്ളൂ ഭർത്താവ് നല്ല രീതിയിൽ നടക്കുന്നത് കണ്ടുകൂടാത്ത ഭാര്യ. എന്റെ ഭർത്താവ് ഇപ്പം പാന്റ് ഒന്നും ഇടാതെ ഇങ്ങനെ അങ്ങ് നടന്നാ മതി. പതിവില്ലാതെ ഇവിടെ ആവശ്യമില്ല. എനിക്കറിയാത്ത തുണി കഴുകാൻ. എത്ര ദിവസത്തേക്ക്? ജീവിതകാലം മുഴുവനും. കാണാം. കാണാനൊന്നുമില്ല. കാണാലോ. പാന്റ് ഇടാൻ സമ്മതിക്കാത്തതിന്റെ ദേഷ്യ. അച്ഛന് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ പാന്റ് ഇടുന്ന കാര്യം ഒന്ന് അമ്മയോട് പറയാൻ? അച്ഛൻ ഒരു ദിവസം പാന്റൊക്കെ ഇട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി അമ്മയുടെ മുന്നിൽ വന്ന് നിന്നാ പോരായിരുന്നു. അമ്മ അതിൽ വീണ തന്നെ. എന്നിട്ട് വേണം അവളെന്നെ അടിച്ചറക്കാൻ. ആണുങ്ങളായ കുറച്ച് ധൈര്യമൊക്കെ വേണം. അച്ഛനാണോ അമ്മയെ കെട്ടിയല്ല അമ്മയാണോ അച്ഛനെ കെട്ടിയേ? ഇവിടെ ഏകദേശം അങ്ങനൊക്കെ തന്നെ. അച്ഛന് വേണമെങ്കിൽ പാന്റൊക്കെ ഇട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി അമ്മയുടെ മുന്നിൽ വന്ന് നിന്ന് കാണിച്ചാ മതി. വാ ചേട്ടാ, നമുക്ക് പോവാം. ഇതൊരിക്കലും നന്നാവില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. പാന്റ് ഇട്ടാ വീട്ടിൽ നിന്ന് പുറത്താക്കിയതെന്നില്ല, അടിച്ചിറക്കുമായിരിക്കും. അവക്കെന്തോ ഇഷ്ടമല്ല, അത്ര തന്നെ. എന്നാ പിന്നെ അണ്ണന്റെ മോൻ പറഞ്ഞാൽ നമുക്കൊരു ഫോട്ടോഷൂട്ട് നടത്തിയാലോ? അത് നല്ലൊരു ഐഡിയ ആണ്. അതാകുമ്പോഴത്തേക്ക് ചേച്ചിക്ക് അണ്ണന്റെ ഫോട്ടോ ഉണ്ട് ഇഷ്ടപ്പെട്ടല്ലോ. ഫോട്ടോഷൂട്ട് ഇല്ല അണ്ണ, അവൻ പറഞ്ഞാലൊരു കാര്യമുണ്ട്. നമുക്ക് ആ വഴിക്കൊന്ന് ചിന്തിച്ച് നോക്കിയാലോ? അതിനിപ്പോ ഫോട്ടോ എടുക്കാൻ ഒരുപാട് പൈസ ആവില്ലേടേ? എന്തിന്? നമ്മളുടെ നല്ലൊരു ഫോട്ടോഗ്രാഫർ ഇരിക്കില്ലേ? ഓ, അടിപൊളി.
അന്നൊരു കല്യാണത്തിനെടുത്ത ഫോട്ടോ മതിയാത്തതിന് കിട്ടിയ ഇടിക്കൊരു കുറവില്ലായിരുന്നു. അവനെ തന്നെ ഏൽപ്പിക്കണം. മതി മതി നിർത്ത്, കൂടുതലുണ്ടാക്കണം. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു കാര്യം അതോടെ ഫോട്ടോഷൂട്ടിന്റെ കാര്യം പറ. ഫോട്ടോഷൂട്ടൊക്കെ ഓക്കെ, പക്ഷേ ക്യാമറയും ലെൻസും വാടകയ്ക്ക് എടുക്കേണ്ടി വരും. അതിന് എത്ര രൂപ വരും? അതിപ്പോ 5000 രൂപ വേണം. 5000 രൂപയോ? എന്നാ പിന്നെ സ്റ്റുഡിയോ പോയി ഫോട്ടോ എടുത്താ പോരെ? അതാകുമ്പോ ഫോട്ടോ വെച്ച കലണ്ടർ കിട്ടുമല്ലോ. കുറെ നാളത്തെ എന്റെ ആഗ്രഹമായിരുന്നു ഫോട്ടോ വെച്ചൊരു കലണ്ടർ. ഇയാള് ശരിയാവത്തൊന്നുമില്ല ഫോട്ടോ വെച്ച കലണ്ടർ ഉണ്ടാക്കാൻ. അതായത് അണ്ണാ, അല്ല നീ പറഞ്ഞോട്. ഞാൻ പറഞ്ഞ കൂടി പോയി, ഇനി പ്രായത്തിന് ബഹുമാനിച്ചില്ലെന്നോ? അയ്യോ, എന്താണ് നീയൊക്കെ പറഞ്ഞ? ആരെങ്കിലും ഒരാൾ പറഞ്ഞതല്ല. അതായത് സുഗുണ, സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുപ്പ് നടക്കൂല, അത്ര തന്നെ. അത് പറഞ്ഞാ പോരെ? പിന്നെ ഒന്നുമില്ല, നമ്മൾ ക്യാമറ എടുക്കുന്നു, ഫോട്ടോഷൂട്ട് നടത്തുന്നു. അണ്ണൻ 2 ഫുൾ എടുത്തായിരുന്നു. 2 ഫുള്ളോ? അതെന്തിന്? ഒന്ന് ഫോട്ടോ എടുക്കുമ്പോ ഒന്ന് ഫോട്ടോ തരുമ്പോ. ഇത് കുറച്ച് ഓവർ ആവുന്നുണ്ട് കേട്ടോ. ക്യാമറയ്ക്ക് 5000 രൂപ, 2 ഫുള്ളിന് 2000 രൂപ. ഇതിനേക്കാളും പാൻഡിടായിരുന്നാ പോരെ? തൽക്കാലം ഒരു ഫുള്ള് മതി. നമ്മൾ അണ്ണ ഇപ്പൊ ഒരു പാന്റ് ഷർട്ടും വാങ്ങിക്കുന്നു, പിന്നെ കോട്ടും സൂട്ടും. അതൊക്കെ നമുക്ക് എവിടെ നിന്നെങ്കിലും ഒപ്പിക്കാം. അതൊക്കെ വാങ്ങിയാൽ ഭയങ്കര ചെലവാ. പാന്റ് ഷർട്ടും വാങ്ങിക്കണം, പിന്നെ കോണം കൊടുത്തോണ്ടോ ഫോട്ടോ എടുക്കുന്നത്? എടാ നിങ്ങൾ ആരെങ്കിലും തന്നാ പോരെ? ഞാൻ തരത്തില്ല. നിന്റെ പാട്ട് ആർക്ക് വേണം? എനിക്ക് പുതയ്ക്കാനല്ല, ഇടാനാ. എടാ നിന്റെ സോറി അണ്ണാ, ഞാൻ തരൂല. ഇനി എന്തായാലും നിങ്ങൾക്ക് അങ്ങോട്ട് പാന്റ് വേണ്ടേ? എങ്ങാലും അവക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോടെ? അണ്ണൻ കല്ലുപോലെ ചേച്ചിക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഞാന് എന്തോ അങ്ങനെ തോന്നിയില്ല, അത്രേ ഉള്ളൂ. ഇനി എന്ന് കാണാൻ പറ്റും. ഞാൻ അവന്റെ വീട്ടിലെ വേലക്കാരനെ, അവന്റെ ഒരു പത്രം. അടുത്ത ആഴ്ച ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാനും നീ ആ രഘുവിന്റെ പണിക്കാരനല്ലേ? ആ രഘുവിനെ ഒന്ന് വിളിക്ക്. അവൻ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല, പൈസയില്ല പലിശയില്ല. ഹലോ അമ്മ, ഞാൻ പിന്നീട് വിളിക്കാവേ. ഒരു മാമൻ വന്നിരിക്കണം. കളഞ്ഞു വിളിക്കണോ? വിളിച്ച പണി കിട്ടും. പണിയായിരുന്നു വാങ്ങണോ? വെറുതെ എന്ത് പുല്ല് വിളിച്ചു കൊടുക്കണ്ട. ഒരു രക്ഷയില്ല ഏട്ടാ, എടുക്കണില്ല ഏട്ടാ. എടുക്കല്ലേ? അവന്റെ പറഞ്ഞേ പലിശയെങ്കിലും കൊണ്ടുവരാൻ, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറുമെന്ന് പറ. ശരി മാമ. മാമനാ? ഏത് മാമായി? അല്ല, വയസ്സിന് മൂത്തായുണ്ട്. വയസ്സിന് മൂത്ത അവന്റെ ശരിയാ. അവർക്ക് ഞാൻ വെളുപ്പില്ലെന്ന് പോലും. വെളുത്ത് തുടുത്ത് അവിടെ മുന്നിൽ പോയി ഞാൻ നിൽക്കും. അവിടെ കണ്ണ് തള്ളും, കണ്ണ് വെളുത്ത് തുടങ്ങി. സിനിമ നടന്മാരൊക്കെ പിന്നിൽ നിൽക്കത്തേ ഉള്ളൂ. എൻ്റെ പൊന്നെ, ഇന്ന് ഞാൻ സെറ്റാവും, സെറ്റ്. ഈ പാൻ്റൊക്കെ ഇട്ട് വരുമ്പം വയറ് ചാടിയിരിക്കുന്നത് മോശമല്ലേ? പണിയുണ്ട്. വല്ലതും കൊണ്ടുപോകണമെങ്കിൽ തേങ്ങ തിരുവി തന്നാ കൊള്ളാം, അല്ലെങ്കിൽ ചമ്മന്തിക്ക് പകരം പഞ്ചസാര കൊണ്ടുപോകേണ്ടി വരും. അല്ലേ വേണ്ട, തേങ്ങ തിരിവേക്കാം, അത്രയും മധുരം ഉണ്ടാവുമല്ലോ.
സൽമാനെ പാൻറിടും ഞാനൊരു നാൾ സ്റ്റൈലൻ പാൻറ് ബെൽ ബോട്ടൺ പാൻറ് നന്നായിരിക്കും അതോ ബോറാണ് സൂപ്പർ സ്റ്റൈലൻ പാൻറ് കണ്ണാളെ കണ്ണാളെ നോക്കല്ലടി പെണ്ണേ മമ്മൂക്കയാ ഗ്ലാമർ, ഞാനല്ലേ ഗ്ലാമർ. ഇത് ഞാൻ പൊളിക്കും. മമ്മൂക്കയൊക്കെ ദൂരെ നിൽക്കത്തേ ഉള്ളൂ. സൂപ്പർ. കണ്ണാളെ കരിം കണ്ണാളെ നോക്കല്ലടി അമ്മ അച്ഛൻ കൈവിട്ടു പോയേ. എടി നിന്നോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടേ അച്ഛന്റെ ഫോണിൽ നോക്കരുതെന്ന്. അങ്ങാരോട് എത്ര പറഞ്ഞാലും കേൾക്കൂല. അയ്യോടി ഇത് അതൊന്നുമല്ല. കൊച്ചിന്റെ കൊച്ചു അച്ഛാ ഒരു ബാറ്റ് വാങ്ങിച്ചോ. ബാറ്റ് ഇന്നാളെ കുറഞ്ഞ തടിയിലുണ്ടാക്കി തന്നത് എന്ത് ചെയ്ത്? അതാ പൊടിയെന്ന് ചേർക്ക് അടിച്ചു പൊട്ടിച്ചു. അവൻ തറയിലോ അതോ ബോളിലോ ബാറ്റ് അടിക്കുന്നത്? അന്നത്തെ പോലെ ഒരെണ്ണം തടിയിലുണ്ടാക്കി തരാം. അയ്യോ അച്ഛാ അത് വേണ്ട, ഒരു കമ്പനി ബാറ്റ് മതി. കമ്പനി ബാറ്റ്? കമ്പനിയിൽ തടിപ്പണിക്കാർ തന്നെ ബാറ്റ് ഉണ്ടാക്കുന്നത്. അത് പണി അറിയാവുന്ന ആൾക്കാരല്ലേ അച്ഛാ? അയ്യോ കഴി അച്ഛാ പ്ലീസ് അച്ഛാ. 2 ദിവസം കഴിയിട്ട് വാങ്ങിച്ചു തരാം. നിങ്ങൾ മക്കള് പറയുന്ന കേട്ട് ഓരോന്ന് വാങ്ങിച്ചു കൊടുത്തോണ്ട് ഇവിടെ ഇരുന്നോ? ദിവസം ചെല്ലുന്തോറും ചെലവ് കൂടി വരുക. വീടിന്റെ ലോൺ മുടങ്ങിയിട്ട് മാസങ്ങളായില്ലേ? അതിനി ബാങ്കുകാർ കൊണ്ടുപോകാതിരുന്ന കൊള്ളാം. അതുപോരാഞ്ഞ് കടവും പലിശയും വേറെ. എത്ര പറഞ്ഞാലും തലേ കയറൂല. എടീ, പണ്ട് വടകോട് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഒരു പിയാണി ബലൂണിന് വേണ്ടി വീട് വരെ കരഞ്ഞിട്ടുണ്ട് ഞങ്ങൾ. അച്ഛനും അമ്മയും വാങ്ങി തരൂല്ല. അന്ന് കരുതിയിരുന്നത് അച്ഛനും അമ്മയ്ക്കും ഞങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടാ വാങ്ങി തരാത്തതെന്ന്. പക്ഷെ ഇപ്പൊ മനസ്സിലായി അന്നത്തെ ദാരിദ്ര്യത്തിന്റെ വില. പക്ഷെ ഇപ്പൊ ദൈവം സഹായിച്ച് അത്ര വലിയ ദാരിദ്ര്യമൊന്നുമില്ല. എന്നാലും ഉണ്ട്. അന്നെന്റെ മനസ്സ് വേദനിച്ച പോലെ നമ്മുടെ മക്കളുടെ മനസ്സ് വേദനിക്കാൻ പാടില്ലടി. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഒന്നുമില്ല എന്റെ അവസ്ഥ. കേൾക്കാനും ആരുമില്ല, കാണാനും ആരുമില്ല. അമ്മയോട് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ അടുത്ത് എന്തെങ്കിലും വാങ്ങാൻ പറയുമ്പോൾ ഈ ഡയലോഗ് അടിക്കലെന്ന്. കേട്ട് 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 മടുത്ത്. പോട്ടെ മക്കളെ, അമ്മ ഓർത്തില്ല. അവൻ ഇന്നും വന്നില്ലേ? ആനന്ദില്ലേ? ചേട്ടനോ? അവൻ ഒരാഴ്ചയായാലും പണിക്ക് വന്നിട്ട് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. എന്ത് പറ്റി? അത് ചേട്ടൻ വാ. ചേട്ടൻ ഇരിക്കെ. പേടിക്കണ്ട, ആളൊരാഴ്ചയായിട്ട് ഇതിനകത്തുണ്ട്. സമയസമയത്തിനുള്ള ആഹാരമൊക്കെ കൊടുക്കാറുണ്ട്, ജന്നൽ വഴി. എന്ത് പറ്റിയടാ? ചേട്ടാ ഈ ഫോണിലെ മെസ്സേജ് ഒക്കെ ഒന്ന് നോക്കിയേ. അവൾ ഉറങ്ങിയിട്ട് ഞാൻ ഇറങ്ങാം. വരും മെസ്സേജ് ഇടാം. പുറവശത്തെ ഡോർ തുറന്നിട്ടിരുന്നാൽ മതി. ഇനി അതിലൊന്നും വായിക്കാൻ കൊള്ളില്ല. അന്നെന്റെ വീട്ടുകാർ പറഞ്ഞൊന്നും കേൾക്കാതെ ഞാൻ അവനോട് ഇറങ്ങി വന്നത്. ഇപ്പൊ തോന്നുന്നു ഇതിൽ നല്ല തൂങ്ങി ചത്താ മതിയായിരുന്നെന്ന്. പിന്നെ ചാവടി, ഇവിടെ ആരെയും പറഞ്ഞ ചാവണ്ടെന്ന്.
എനിക്കുണ്ട് ഇതുപോലൊരു ഫോണും വാട്സാപ്പും ഒക്കെ. ഞാൻ വിചാരിച്ചാലും നടക്കും നിങ്ങൾ ജോലിക്ക് വന്ന സമയത്ത് ഒരുത്തന്നെ വിളിച്ച് കേട്ടാൻ. അത് ഞാൻ ചെയ്യാത്തത് നിങ്ങളെ പേടിച്ചിട്ടോ ഇല്ലെങ്കിൽ എനിക്കത് പറ്റാഞ്ഞിട്ടോ ഒന്നുമല്ല. ഭർത്താവ് മദ്യപിക്കുന്നത് ഉപദ്രവിക്കുന്നതൊക്കെ ഏതൊരു പെണ്ണ് സഹിക്കും. പക്ഷെ മറ്റൊരു പെണ്ണോട്ടുള്ളൊരു ബന്ധം അത് ഞാനെന്നല്ല ഒരുത്തേയും സഹിക്കില്ല. നിങ്ങൾക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടായിരിക്കും നിങ്ങൾ എന്നെ ഇത്ര ഉപദ്രവിച്ചിട്ടും ഞാൻ പോവാത്ത എന്താണെന്ന്. എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഇപ്പൊ പോയാലും എന്റെ അച്ഛനമ്മ എന്നെ സ്വീകരിക്കും. ചിലപ്പോ നിന്നെക്കാട്ട് നല്ലൊരുത്തന്നെ എനിക്ക് വിവാഹം കഴിപ്പിച്ച് തന്നെന്നും ഇരിക്കും. അതിനുള്ള കഴിവ് ഇപ്പോഴും എന്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ട്. പിന്നെ ഞാൻ പോവാത്തത് തീരെ മണ്ടി അഞ്ഞിട്ടൊന്നല്ല, എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ. സമയം പുല്ലിനെ കണ്ടില്ലല്ലോ. ഫോണുണ്ടല്ലോ കയ്യില്. പോയിട്ട് ശരിയടി. വന്ന് കോപ്പ് എന്തായി? എന്താവാൻ സിമ്മ തരട്ടിട്ടുണ്ട്. അല്ലേ നിന്റെ സിം വൈകിട്ട് വരാം, ഞാൻ വേറെ സിം എടുക്കാം. നിനക്ക് നന്നാവണമെന്നില്ലല്ലേ? എടാ ഇനി നന്നാവെന്ന് പറഞ്ഞിട്ട് ആരാണ് നന്നായിട്ടുള്ളത്? ആരുമില്ല. പിന്നെ ഇനി ഒരിക്കലും അവളെ വേദനിപ്പിക്കണമെന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, അത് പാലിക്കണം. അപ്പൊ ഇതവൾ അറിയാതിരുന്നാ പോരെ. ബെസ്റ്റ്. നീ എന്റെ കല്യാണത്തിനാണോ ഇവിടെ? അത് ചോദ്യം എളിയാ. ഞാൻ വരാതെ വേറെ ആരായിരുന്നു നിന്റെ കല്യാണത്തിന്? അല്ല, ഈ പോക്കാണെങ്കിൽ നിന്നെ ആരെങ്കിലും അടിച്ച് കൊല്ലും. പോടെ പോടെ. ഹലോ ഡി, ഇത് ഞാനാ ആനന്ദ്. അതൊക്കെ പറയാം. നീ രഘുവിന്റെ കല്യാണത്തിന് വിളിച്ചാ? രഘുവിനെ വിളിക്കാം, നീ ദിവസമല്ലേ, നീ ചെല്ല്. പിന്നെ ശരിയടാ. അങ്ങനെയൊക്കെ വിശ്വസിച്ച് ഇറങ്ങി വരണവളൊക്കെ വേണം ആദ്യം പറയാം. കഷ്ടം. ഫോണും വെച്ച് കളിച്ചോണ്ടിരിക്കുകയാണ്, എന്നിട്ടാണ് വിളിച്ച ഫോൺ പോലും എടുക്കാത്തത്. രഘു എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? പിന്നെ വീട് പണി തീർക്കാൻ വേണ്ടി വന്ന് കരഞ്ഞ് കാല് പിടിച്ചപ്പോഴേ രൂപ 1, 2 അല്ല 5 ലക്ഷം രൂപയാണ് ഒരു വിശ്വാസത്തിന്റെ പുറത്ത് എണ്ണി തന്നത്. ഇപ്പൊ മുതലും ഇല്ല പലിശയും ഇല്ല. നീ ഒരു കാര്യം ചെയ്, മുതല് പിന്നെ തന്നാ മതി, ആ പലിശയെങ്കിലും കൊണ്ടുതാ. കുറച്ച് ദിവസം തരാം. തന്നാ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ പറഞ്ഞോ. ആ പലിശ കൊണ്ട് തരുമല്ലോ അല്ലേ? ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കണം. അതെ കുഴപ്പമില്ല. സാധാരണക്കാരൻ ഇങ്ങനൊരു വീട് ആഗ്രഹിക്കാൻ പാടില്ല, ഇല്ലേടി? അവന്റെ കല്യാണമായിട്ട് ഇങ്ങനെ പച്ചക്കിരുന്നാ മതി, അടിക്കണ്ടേ? പിന്നെ അടിക്കണ്ടേ? നീ എന്താടാ പറയണേ? പൈസ ഉണ്ട്, അവന്റെ കല്യാണമല്ലേ, അവനെ കൊണ്ടിട്ടിപ്പിക്കും. ഏത് ഓടിപ്പോയാ മതി, ഇപ്പൊ എടുത്ത് വെച്ച് തരും നക്കി ചൂത്തരെ. പൈസ വരുന്നുണ്ട്. കല്യാണത്തിന് പോയില്ലേ? ഇല്ലണ്ണ, ഒരു ആശുപത്രി കേസായിട്ട് അങ്ങനെ പെട്ടു നിൽക്കുന്നത്. 1000 രൂപ ഉണ്ടാണ്. പൈസ ഇരിപ്പുണ്ട്, പക്ഷേ വൈകുന്നേരം കല്യാണത്തിന് പോകുമ്പോ അവന് കൊടുക്കാനുള്ളത്. നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ല അണ്ണാ. അവയെ കണ്ട സ്ത്രീധനം മൊത്തം വാങ്ങിച്ചിട്ട് നിങ്ങൾ അവനും കൊണ്ട് പൈസ കൊടുക്കണം. അതും അവന്റെ ഉണക്ക ദോശയും സാമ്പാർ തിന്നാ എല്ലാവരും അങ്ങോട്ട് പോണത്. അണ്ണാ നിങ്ങൾ അതിൽ നിന്ന് ഒരു 50 രൂപ എടുത്ത് പിള്ളേർക്ക് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചു കൊടുത്താൽ പിള്ളേരെങ്കിലും നന്നാവും. നിങ്ങളത് മനസ്സിലാക്കുന്ന. അവൻ വന്ന് കാര്യമായിട്ട് വിളിച്ചില്ലേടാ, എന്തെങ്കിലും കൊടുത്തില്ലേ മോശമായി പോയില്ലേ? കൂട്ടുകാരമായിട്ട് നമ്മൾ പോകണില്ല, പിന്നെയാണ് നിങ്ങൾ. അപ്പൊ നിങ്ങളാരും കല്യാണത്തിന് പോണില്ലേ? എന്തിന് അണ്ണാ? അവൻ ആരെങ്കിലും കല്യാണത്തിന് വരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാ? പോട്ടെ, ഈ പറഞ്ഞ നിങ്ങളുടെ കല്യാണത്തിന് അവൻ വന്നാ വന്നു ഇല്ല. അണ്ണാ ഞാൻ ചെറുതായിരുന്നപ്പോൾ എൻ്റെ അമ്മയുടെ കൈയും പിടിച്ചിട്ടാണ് ഞാൻ എൻ്റെ കല്യാണത്തിന് വന്നത്. എന്തുകൊണ്ട്? സ്നേഹം, വെറും സ്നേഹം. നീ അത്ര ചെറുതായിരുന്നു. മടപ്പൊന്തോടി. എന്നാലും അവനിവിടെ വന്നിട്ട് അധികം വർഷമൊന്നും ആയില്ലല്ലോ. കല്യാണത്തിന് വരാല്ല. അത് ശരിയാ.
ഇത് നോക്കി എഴുതേ. ഇതും പോയി എണ്ണ അയച്ച് കുളിക്കുവെണ്ണേ. ഓ കഴിക്കാൻ എടുത്ത് വെക്കടി. നിങ്ങളെ ചെറുക്കന്റെ കല്യാണത്തിന് പോണില്ലേ? ഓ, കല്യാണത്തിന് കൊടുക്കാൻ പറ്റിരുന്ന പൈസ ആ നിതിനെ ഹരിക്കും. എന്തോ ആശുപത്രി കേസ് കേട്ടാന്ന് പറഞ്ഞ് ചോദിച്ചു. ഞാൻ അവർക്ക് കൊടുത്തു. അല്ലെങ്കിൽ അവൻ നമ്മുടെ കല്യാണത്തിന് വന്നിട്ടുണ്ടോ? എടാ കഴുതേ, ഇവിടെ നോക്കി. അല്ല, ഇവിടെ കളി ഇല്ലടേ, നില്ല. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. വൈഫിനെ കൊണ്ടുവന്നില്ലേ? അവൾ രാവിലെ നീ കണ്ടില്ലേ? ഫോട്ടോ എടുക്കാം. ഏയ്, നിങ്ങളിവിടെ അടി തുടങ്ങിയ? ഇവിടെ കല്യാണ വീട്ടിൽ മുട്ടാൻ തിരക്ക്. അവിടെ ഞാൻ ഒറ്റയ്ക്ക് വിളമ്പിക്കൊണ്ടിരുന്നു. നമ്മളെ ഒരു ഫോട്ടോ എടുക്കാൻ വിളിച്ചില്ല. ദോശയൊന്നും പറഞ്ഞാൽ ബിരിയാണി ഉണ്ടാക്കി വഴി എന്തോ സാറ് വിളമ്പാൻ പോണില്ലേ? തൊലിക്കാൻ പോണം. ഞാൻ അവിടെ പോയപ്പോഴത്തേക്ക് മറ്റേ അവ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടാ. ആരി? മറ്റേ രഘുവണ്ണൻ്റെ ഒരു താടി ഒരുത്തോണ്ടല്ലോ. ആനന്ദ, അങ്ങനെ എന്തിനാണ് പേര്? രണ്ടാ കണ്ടേ തന്നെ. ഇപ്പൊ എന്ത് വല്ലതും ചെയ്യൂ? ഒന്നും ചെയ്യില്ല. അവൻ രാവിലത്തെ പറഞ്ഞു കൊടുക്കും നമ്മൾ കല്യാണം ഇട്ടിരിക്കണത്. മറ്റേ അവണ്ടല്ലേടാ ഫോട്ടോ എടുക്കാൻ രഘു അവ അറിഞ്ഞ അങ്ങനെ അറിഞ്ഞ എന്ത് കാര്യം? എന്ത് പിടിച്ച് മൂക്കി കയറിയോ? പോവാൻ പറയടാ. ഈടെ കിട്ടിയാടി വീട്ടിൽ പോയാടേ. ചുമ്മാ അവന്റെ കാര്യങ്ങൾ അങ്ങേരുള്ളോണ്ട് കൊള്ളാം. മണ്ടയും ഡേ അന്നാ നിന്നെ തന്നെ നോക്കിയിരുന്നത്. എന്ത് വാടേ ഇത്? വിളിച്ചാ ഫോണും കൊടുക്കൂല. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞില്ലേ മുറുക്കിന് പിടിക്കാത്തവരൊന്നും ഇങ്ങോട്ട് പണിക്ക് വിടില്ലെന്ന്. എന്ത് പറ്റിടാ? ഇതിൽ കൂടുതൽ ഇനി എന്ത് പറ്റേ? അന്ന് വെച്ച പൂട്ടി തന്നെ അന്ന് അറിഞ്ഞത്. പിന്നെ അറിഞ്ഞിട്ടില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അമ്മ നല്ല പണിക്കാരാണല്ലോ. ഇങ്ങോട്ട് വാ, കയറി നോക്കാം ഇങ്ങോട്ട്. കുഴപ്പമില്ല, മേശരിമാരും. നീ ആ താക്കോലിഞ്ഞത് നോക്കട്ടെ. ഓ എന്നാ എന്താ ഇത് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ശരിയാക്കി തരാം. പപ്പു പറഞ്ഞാലോടെ. ഇത് പപ്പു അല്ല, രഘുവാ. ഇതെന്തൊരു ഇതൊരു കവറിലൊക്കെ ഇടാൻ കിട്ടുന്നു. ഇതിന്റെ അപ്പൂപ്പന് വാങ്ങിച്ചോണ്ട് വന്നല്ല, പണി ചെയ്യാൻ കൊണ്ടുവന്ന. പിന്നെ അപ്പൂപ്പനെയും വിളിച്ച് നിന്റെ കോട്ട് സൂട്ട് ഒരു ദിവസത്തേക്ക് ഞാൻ തരണേ. കോട്ട് ഷൂവാ? നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ കണ്ടത് ഈ ഫേസ്ബുക്കിൽ ഇട്ട ഫോട്ടോ. എടാ, എന്നിട്ടാണ് നീ കമന്റും ലൈക്കൊന്നും അടിക്കാത്തല്ലേ? പിന്നെ പാന്റും ഷർട്ടും ഇട്ടൊന്നും ഞാൻ ലൈക്കും കമന്റും അടിക്കുന്നില്ല. പിന്നെ കോട്ടും സൂട്ടും ഇട്ടാ നിനക്ക് ഞാൻ തരാം. കോട്ട് ഷൂ അല്ലേ? നിനക്ക് തരാ ഞാൻ. അപ്പൊ നീ ഇന്ന് പൂട്ടിയ പോലെ തന്നെ. ഇടേ തരാടേ, നീ പെട്ടെന്ന് പണി തീർക്കും. എന്നാ കൊള്ളാം. നിനക്കെന്തിനടേ കോട്ട് സൂട്ടും? ഫോട്ടോഷൂട്ടിനാടേ. ഫോട്ടോഷൂട്ടാ? ആരാ? എനിക്കെന്ന് പറഞ്ഞ നേരം കളിയാക്കി കൊല്ലും. അതെന്റെ ഒരു കൂട്ടുകാരനാ. ഏത് കൂട്ടുകാരനാടേ? അതൊക്കെ ഉണ്ട്, നിനക്ക് തരാൻ പറ്റൂലേ? അവന്റെ ഒരു 400 ചോദ്യം. തരാടേ. ഇത് കൊണ്ടുപോയി കീറാതെ തൊലിക്കാതെ കൊണ്ടുവന്നാ മതി. അയ്യോ, നിന്റെ കോട്ട് സൂട്ട് ഇട്ടോട്ട് ഞാൻ യുദ്ധത്തിനില്ലേ പോന്നെ? കോട്ട ഇങ്ങനെ തരാ. തരാടാ. എന്നാ കൊള്ളാം.
കൊണ്ട് കിടത്തറ എന്തിനാ തള്ളിയിട്ട് കൊന്നപ്പോ നിനക്കൊക്കെ സമാധാനമായ ഇറങ്ങി തടിമാടില്ലേ നീയൊക്കെ കൂടി എന്റെ പുള്ളയെ തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയമാരാ. എന്റെ വീട്ടുകാരെ കണ്ടാൽ കൊന്നോളെ ഞാൻ. എവനെ ആര് നോക്കുമെന്ന് കരുതിടാ കൊണ്ടുവന്നത്. ഇറങ്ങി പോയിടാ. എന്തിനാ നോക്കിയോണ്ട് നിക്കണത്? കണ്ണുകുത്തി പിടിച്ചോളെ പോയിടാ ഇറങ്ങി. അല്ല നിന്നെയൊക്കെ എന്തിനാ പറയണത്? തന്നെ പറയണോ? അടിമാടന്മാരി ഓലവലാദികള് എന്തിനാ അവിടെ നിന്ന് പൊലമ്പുതെ? ഇറങ്ങി പോടാ. ഇറങ്ങി പോടാ. ഞാൻ അങ്ങോട്ട് വരണ. ആരെങ്കിലും ഒരാൾ ഈ അത്ത തൊട്ട് കൂടെ ശരിയാക്കാൻ പാടേ. എല്ലാരും കൂടെ കളിച്ചോണ്ടിരുന്ന എങ്ങനെ? വാടാ സഹായിച്ചിട്ട് കളിക്കാം. ബാറിൽ പോയി വെള്ളം അടിച്ചിട്ട് എത്ര കാലമാണ്. അതിന്റെ ഒരു സുഖമില്ലേ? എന്നാ പിന്നെ പോയാലേ? എടാ വിഷം വാങ്ങിക്കാൻ പൈസ പാറ്റാഗുളികയാണെങ്കിൽ എൻ്റെ അടുത്തുണ്ട് കേട്ടോ. അത് നിന്റെ ഗൾഫിനെ നിൽക്കല്ലേ, അവനോട് ചോദിക്കേ. ഓ ഗൾഫാരും കൊണ്ട് 2 ഫുള്ള് എല്ലാരും അല്ലേ? ഞാനവിടെ ഒതുക്കാനല്ല പോയത്. ഒരുത്തനെ കുടിപ്പിച്ച് കിടത്തിയല്ല. അതവൻ കൊഴുപ്പ്. ഡേയ് ഇപ്പൊ ബാറിൽ പോയി അടിക്കാൻ പൈസ വേണോ? അത്രയല്ലേ ഉള്ളൂ. ഇല്ല ഡേയ് എവിടെ ഹലോ. അണ്ണാ നിങ്ങളവിടെ? വീട്ടിലാടാ പറ. ഓ പണിക്കല്ലേ? പണിക്ക് പോകണടാ. ഇതിനകത്ത് ആയില്ല, എല്ലാം അടുപ്പി കിടക്കുന്നേ ഉള്ളൂ. നിങ്ങളാ വീട്ടിലെ പണിയൊക്കെ ചെയ്യണത്? എടാ കഴിക്കാൻ തന്നെ കൊണ്ടുപോണ്ടേ? ഓ അണ്ണാ ഫോട്ടോഷൂട്ടിന്റെ കാര്യം എന്താ അണ്ണാ? അതെ, ഷൂസും കോട്ടും ഒക്കെ ഞാൻ ഒപ്പിച്ചു. ബാക്കി പൈസ ഇവിടെ വരുമ്പം റെഡിയാക്കാം. അണ്ണാ ഞാൻ വിളിച്ചതേ, നമ്മളന്ന് ക്യാമറയ്ക്ക് 5000 രൂപ കേസ് പറഞ്ഞില്ലേ? അവന് പൈസക്ക് കുറച്ച് അത്യാവശ്യം. അപ്പൊ നമ്മളിപ്പോ കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാല് ഒരു 500 രൂപയെങ്കിലും കുറച്ച് തരുവാൻ. ഓ എന്നാലും ഇപ്പൊ എത്ര കൊടുക്കണം? അണ്ണാ ഒരു 3500 രൂപയ്ക്ക് സെറ്റാക്കാം. ഞാൻ നോക്കട്ടെ, വിളിക്കാം. ഓ ശരിയാണ്, ശരി. പിന്നെ അല്ല, പൈസ വരും. ഇരുന്ന് പൈസയും ലോൺ അടച്ചു. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇതിലിരുത്താന്നല്ലോ. എടി നീ ഇതിലിരുന്ന പൈസ എടുത്തോ? എടുത്തെടുത്ത് ആ പൈസ എടുത്താണ് ഈ മാസം പാലുകാരനും മലക്കരക്കാരനും പറ്റി തീർത്തത്. എടി പിന്നെ ഞാൻ നിന്റെ കൊണ്ടുതരുന്ന പൈസ നീ എന്ത് ചെയ്യുന്നു? പുഴുങ്ങി തിന്നണ്. ഓ അതാണ് ഈ വീട്ടിൽ കൊണ്ടുവരുന്ന പൈസ കാണാത്തത്. ഞാൻ ഒന്നും പറയണില്ല. ഇപ്പൊ എന്ത് ചെയ്യും? അച്ഛൻ തരുന്ന പൈസ മക്കൾ ഇതിലിടണം. അമ്മ ചോദിച്ചാൽ പോലും കൊടുക്കരുത്. ഓണത്തിന് മക്കൾക്ക് ഡ്രസ്സ് വാങ്ങിക്കാനാ? അച്ഛ അന്ന് തന്ന പൈസയാ, പിന്നെ തന്നിട്ടില്ല.
അയ്യോ അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റൂ? ഇനി അത് നന്നാക്കാൻ പറ്റൂല അല്ലേ? ഇനി എന്തോ ചെയ്യും? പുതിയത് വാങ്ങാൻ ഒരുപാട് പൈസ ആകുമല്ലോടേ. പൈസ ഒന്നും ഇല്ലടേ. പണി നിർത്തി വെക്കാനോ പുതിയ മെഷീൻ വാങ്ങുന്നത് വരെ? അത് നടക്കില്ല. അയാൾ വല്ലതും പറയും. ഒരു മിനിറ്റേ. ഡേ, നിന്റെ പൈസ വല്ല തിരിപ്പുണ്ടോ ഒരാഴ്ചത്തേക്കൊന്ന് മറിക്കാൻ? ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഈ കല്ലിലിട്ട് ഞാൻ മറിച്ചു തരാം. എടേ നടക്കല്ലേ, പണി നിർത്തി വെക്ക, അതാ നല്ലത്. ഇനി പുതിയ മിഷൻ വാങ്ങിച്ചാലേ പണിയുള്ളൂ. നാളെ തൊട്ട് ഈ വീട്ടിൽ തേങ്ങ ഇല്ല മാങ്ങ ഇല്ല എന്ന് പറഞ്ഞാൽ എന്റെ പറയാൻ നടക്കരുത്. ഞാൻ വല്ല വിളിച്ച് പറയും. താ കിടക്കും നിന്റെ തേങ്ങ, സ്വന്തമായിട്ടങ്ങ് ഉണ്ടാക്കിയാൽ മതി. ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ട് ഇവിടെ ചോദിച്ചതാ. അപ്പൊ അവക്ക് മട. നാളെ തൊട്ട് പട്ടിണി കിടക്കത്തേ ഉള്ളൂ. എന്റെ കയ്യില് പൈസ ഇല്ല. വേണമെങ്കിതാ മോടെ കമ്മല ഒടിഞ്ഞതുകൊണ്ട് മാറ്റാൻ വെച്ചിരുന്നയാ. അറിയാല, മോക്ക് സ്വർണമായിട്ട് ഇത് മാത്രമേ ഉള്ളൂ. അത് മറക്കരുത്. തൽക്കാലം ഇതുകൊണ്ട് കാര്യം നടക്കട്ടെ. ഇനി മിഷൻ ഇല്ലെന്ന് പറഞ്ഞ് വീട് പട്ടിണിയാവണ്ട. ദാണ്ടെ 2 ആഴ്ചയൊക്കെ വെടുത്തു തന്നേക്കണം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. അതെ, കൈ കിടന്ന മോതിരം എന്തിയേ? അത് മോക്ക് കമ്മല് വാങ്ങിക്കാൻ പോയപ്പോ വാങ്ങിച്ചതാ. എല്ലാരും സ്വർണ്ണം ഇടുന്ന കണ്ടപ്പോ ഒരു കൊതിയടി. റോൾഡ് ഗോൾഡ് ആയിരുന്നു, പയ്യന്മാരെ കളിയാക്കി. ഞാനെടുത്ത് കുളത്തിലിറങ്ങി. എന്തൊക്കെ പറഞ്ഞു. ഇല്ല മോളെ, ഞാൻ ഡാഡിയുടെ ചെമ്മീൻ കിട്ട് താമസിച്ചോടെ. അപ്പൊ ഞാൻ പറഞ്ഞത് നാളെ സിംഗപ്പൂർ 4500 രൂപ തീർത്ത് കൊടുത്തേ. അയാൾക്ക് വല്ല പൈസക്ക് അത്യാവശ്യം ഉണ്ടെങ്കിലോ? നീ 4-5 ദിവസമാണ്. ഏറ്റ ഹീച്ചാണല്ലേ? ഒന്ന് പോയണ അണ്ണാ. വന്ന ഉടനെ ഒരു തന്നെ കിടത്തിയവൻ. അണ്ണാ, ഇരുമ്പ് പാരത്തിന് അടിച്ചോണ്ടിരിക്കായിരുന്നു. ടച്ചിങ്സിന് വെച്ചാൽ 2 അണ്ടി താഴെ പോയി. ഞാൻ ചോദിച്ചു, എടാ കാശ് കൊടുത്ത് വാങ്ങിച്ചതില്ലേന്ന്. അവൻ മോനെന്ന് വിളിച്ചോണ്ട് നിന്റെ അണ്ടി ഞാൻ എടുത്തിട്ട് താഴെ ചാടി. കൂടെ ഒരു നിലവിളിയും. തൂക്കിയെടുത്ത് എന്റെ കയ്യിരിക്കുന്ന കാശ് കൊണ്ട് ആശുപത്രി കൊണ്ടുപോയപ്പോഴാ അവരെ വാരിക്കുന്ന മൊത്തം നമ്മളെ കേട്ടു. ഇപ്പൊ എങ്ങനെയുണ്ട്? അങ്ങനെയുണ്ട്, കാലൊടിഞ്ഞ് അടങ്ങും. അണ്ണാ ഫോട്ടോഷൂട്ട് നിന്നോ, 2 ദിവസത്തേക്ക് ഇത്ര തിരക്ക്. അത് കഴിഞ്ഞ് സെറ്റ് ചെയ്യാം. എന്നാ ശരി, ഒരു പാല് കാച്ച് ഇതാണ് ലിസ്റ്റ്. ഇതിലുള്ളതാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോ കിട്ടുമോ? അതെടുക്കേണ്ടി വരുമോ? കർച്ചീഫ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കേട്ടുമോ? എനിക്ക് വലിവിന്റെ അസുഖമൊന്നും ഇല്ലടേ. അപ്പൊ കെട്ടിയാ വലിക്കാതെ ചെയ്യാം, മനസ്സിലായ? പുല്ല് സമ്മതിക്കൂല. ഹലോ, അളിയോടെ ഉണ്ട്. ഞാൻ ഇവിടെ ബില്ലിന് താഴെ. വാ. ആടേ അളി അവളാ സൗകര്യം. അളിയേ, പാസ്പോർട്ടിന്റെ കാര്യം എന്താ അറിയാൻ വേണ്ടിയാ പറഞ്ഞത്. ദുബായിൽ എന്നെ കൂടെ കൊണ്ടുപോകണം. പറയും പോലെ പാസ്പോർട്ടിന്റെ കാര്യം എന്തായി? അത് ഞാനല്ലാണ്ട് അടിച്ചു വരട്ട്. അളിയാ, പാസ്പോർട്ടിന്റെ കാര്യം എന്താ? ഞാൻ ഇന്നലെ അവിടെ ഓഫീസിൽ പോയിരുന്ന അളിയാ. അടുത്ത ആഴ്ച ഉറപ്പായും കിട്ടും. കുഴപ്പമില്ല അളിയാ. ഞാൻ അങ്ങനെ ഉഴപ്പുകളിയാ. എനിക്കും അളിയനെ പോലെ എന്തെങ്കിലും ആവണ്ടേ? വലിയ വീടും കാറും. ഓർമ്മയിരുന്നാ കൊള്ളാം. അവളെയും മോളെയും അന്വേഷിച്ചെന്ന് പറഞ്ഞു. ഇറങ്ങോട്ടെ. ശരി. ഞാനേ പണ്ട് പെണ്ണ് കാണാൻ പോയപ്പോഴേ ഒന്നുമില്ലായിരുന്നു. പിന്നെ ഈ ചെറുക്കൻ ഗൾഫിലൊക്കെ പോയി വലിയ ആളൊക്കെ എന്നാ നമുക്ക് വല്ല ഒന്നൊന്ന് സഹായിക്കണമെന്നുണ്ടോ? അങ്ങനെയൊന്നും. അതെങ്ങനെയടേ? അവനവനുണ്ടെങ്കിൽ അവനവന് കൊള്ളാം. അത് ശരിയാണ്. അവനവനുണ്ടെങ്കിൽ അവനവന് കൊള്ളാം. വാ പോവാ, നമ്മളെ കാര്യം നോക്കാം.
അണ്ണാ ഒരു ചായ എടുക്കി. എന്താ രഘു തോളത്തൊരു തോർത്ത് കിടക്കുന്നു? ഇന്നൊരു പാല് കാച്ചുണ്ടായിരുന്നു, പോയിട്ട് വരണത്. കോൾ അടിച്ചു കാണുമല്ലോ. എന്താ കോള്? 1000 രൂപ തന്ന് നക്കി വെച്ചിരിക്കുക. സാധനം പിടിച്ചു വാങ്ങിച്ചാൽ അവിടെ വെച്ചു. ഇതെന്താ ഫ്രിഡ്ജ് വെച്ചിരുന്ന ചായയോ? ഉച്ച സമയമല്ലേ. ഇച്ചിരി ചൂടുവെള്ളം കുടിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നേ. ഇതിനെക്കാട്ടിലും നാരങ്ങ വെള്ളം കുടിക്കുന്നതാണ് നല്ലത്. രഘു പാൻറ് ഇടാൻ പോണെന്ന് പറഞ്ഞ കേട്ടു. രഘുവാണ് നിങ്ങൾ പാൻറ് ഇടാൻ പോണെന്ന് പറയാനായിട്ട്. അയ്യാ ഗുണ 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 ഗുണ. അയ്യടാ ഇത് പാട്ടാക്കിയത്. എന്തേടേ ഉച്ചയ്ക്കാ പത്രം ഇടണേ? നിങ്ങൾ നാളെ രാവിലെ അയച്ചെങ്കിലേ കാശ് ഒരു മാസം ലേറ്റ് ആവും. ഈ മഴയത്ത് രാവിലെ എണീക്കാൻ പെടുന്ന പാട് നമുക്ക് അറിയാം. എടാ നിതിനെ, ഞാൻ പാൻറ് ഇടുന്ന കാര്യം ആരടുത്തെങ്കിലും പറഞ്ഞു? ഇന്ന് നാരായണേട്ടന്റെ കടയിൽ അങ്ങനെ അറിഞ്ഞു. ബാറിലിരുന്ന് വെള്ളം അടിച്ച് ചർച്ച ചെയ്തോണ്ടൊക്കെ അങ്ങനെ കേട്ടത്. നീയൊക്കെ ബാറിൽ ഇരുന്ന് ചർച്ച ചെയ്ത കാര്യം ചായക്കട വരെ എത്തി. ഇതിനേക്കാളും എന്നെ അങ്ങ് കൊന്നുകൂടായിരുന്നു. അതുകൊണ്ടാ നിങ്ങൾ പാനിടാൻ പോണെന്ന് പറയാനായിട്ട്. ശരിയല്ലേ? ഇതാണടാ പത്രക്കാരന് പറഞ്ഞു. ഇനിയിപ്പോ എന്താ വേണം? അസൂയ കൊണ്ട് ഇങ്ങനെ പറയണത്. നിങ്ങൾ പാൻറ്റൊക്കെ ഇട്ട് നല്ല ചുള്ളൻ ചെറുങ്ങനെ പോലെ വരുമ്പോ ഇവന്മാരൊക്കെ വായും വളർന്നോണ്ടി. വളക്കം ഒരുപാട്. അല്ല ഇതാര് രഘുവണ്ണ നിങ്ങൾ പാൻറ് ഇടാൻ പോണെന്ന് പറയുന്നത്? പാൻറ് ഇടാൻ പോണ്. കണ്ട അണ്ടനും അടകൊടനും പാൻറ് ഇടാം. എനിക്ക് മാത്രം പാൻറ് ഇട്ട് വിടാം. ഇന്ന് പാൻറ് വാങ്ങിച്ചിട്ടാണ് ബാക്കി കാര്യം. പിന്നെ എവളിന്റെ പാൻറ് ഇടാത്ത ഗുണവും കൂടെ ഉള്ളു. ആദ്യം ഒരു നിക്കർ വാങ്ങിച്ചിട്ടാ. പാൻറിടും ഞാനൊരു നാൾ സ്റ്റൈലൻ പാൻറ്, ബെൽ ബോട്ടൺ പാൻറ്, ഷെയ്ഡുള്ള പാൻറ്, 3/4 പാൻറ്. മഴ 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 നനയുമ്പോൾ നിഴവേകും നിറമുള്ള പാൻറ്, സ്റ്റൈലൻ പാൻറ്. കണ്ണാളെ കരിങ്കണ്ണാലെ നോക്കല്ലടി പെണ്ണേ. എന്താ ഏട്ടാ വേണ്ടത്? പാൻറ് വേണം. ജീൻസ് ഉണ്ട്, ലൈക്ര ഉണ്ട്, കാർഗോ സ്റ്റൈപ്പ് ഉണ്ട്. ചേട്ടൻ ഏതാ വേണ്ടത്? അതിപ്പോ വേറെ മോഡലുണ്ട്. ബലൂൺ ഫിറ്റ് ഉണ്ട്, പെൻസിൽ ഫിറ്റ് ഉണ്ട്. ചേട്ടൻ ഏതാ വേണ്ടത്? എനിക്ക് പാൻറ് ഷർട്ടും മതി. സാധാ മോഡൽ ഈ കട്ടിയൊക്കെ ഉള്ള ജീൻസ് ആണോ ചേട്ടാ? ചേട്ടാ ഇതാ ഇത്രയുണ്ട് ചേട്ടാ. ഏത് വേണം ചേട്ടന്? ഏത് കളറാണ് വേണ്ടത്? യെല്ലോ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. ഏത് വേണം? ഇതാണോ ചേട്ടാ? സൈസ് എത്രയാ? സൈസോ? ഈ പാന്റിന്റെ അളവേ, സൈസ്. അളവ്? ഒരു മിനിറ്റ്. ചേട്ടാ അത്തപ്പൂവിന്റെ പിരിവാണ്. എടാ അതിന് ഇനി ദിവസം ഉണ്ടല്ലോ. ശരിയെന്നാട്ടാ, വിചാരിച്ച പൈസ കിട്ടിയില്ലെങ്കിൽ അത്തപ്പൂ വേണ്ടെന്ന് വെക്കാം. എന്തോന്ന്? ഞങ്ങളൊക്കെ പഠിക്കുന്ന പിള്ളേരല്ലേ ചേട്ടാ. അവധി ദിവസമാണ് പിരിവിന് ഇറങ്ങുന്നത്. ഇപ്പോഴേ പിരിച്ചില്ലെങ്കിൽ ഒരിടത്ത് എത്തില്ല. ഫോൺ എടുക്കുന്നില്ലല്ലോ ചേട്ടാ. അത്തപ്പൂ ഹലോ. എടാ അവര് പാൻറിന്റെ സൈസ് ചോദിക്കുന്നു. എനിക്കെത്ര ആയിരിക്കും? ചേട്ടാ പേരെന്താ? രഘു. 32 ഇഞ്ച്. രഘുവാണോ നിങ്ങൾ പാൻറ് ഇടാൻ പോണെന്ന് പറയുന്ന കേട്ടു? ശരിയാണോ? വല്ലതും നടക്കും? രഘുണ്ണ കേട്ട ശരിയാണ്, നിങ്ങൾ പാൻറ് ഇടാൻ പോണെന്നായിട്ട്. അത് പൊളി കേട്ട നെരിപ്പ് തന്നെ. ഡേയ് അറിഞ്ഞ നമ്മൾ രഘുണ്ണ പാൻറ് ഇടാൻ പോണെന്ന്.
കാലം മാറിയാലും ചില കോലം മാറൂല. അത് കാരണവർക്കെന്താ അപ്പം വെക്കേണ്ടോ? ഇത് സൈബർ യുഗമാ ബ്രോ, മോഡേൺ ആറ്റിറ്റ്യൂഡാ. ഇത് സൈബർ യുഗമാ ബ്രോ, മോഡേൺ ആറ്റിറ്റ്യൂഡാ. ഒരു പോക്കിരി രാജ സ്റ്റൈലിൽ മീശ വളച്ചു നടക്കാം. ഒരു രാക്കിളി പെണ്ണിനൊപ്പം അടിച്ച് പാർട്ടി ചേരാം. എന്തിനാ എന്തിനാ ഈ ജന്മം വേസ്റ്റാക്കി? പല കാലം മാറിയാലും ചില കോലം മാറൂല. മുതു കാരണവർക്കെന്താ അപ്പം വെക്കേണോ? ഫെയിലായൊരു ബ്ലോക്കിംഗ് സൂചി, വഴിയിൽ ഒരു നോക്കുകുത്തി. കാലത്തിൻ മാരത്തോൺ ഓട്ടത്തിൽ പിന്നിലായത് ഫെയിലാ ഫെയിലാ. ഓടാതെ ചാടാതെ ജീവിതം തുറുപ്പാക്കി. മഴയത്തൊരു ചേമ്പിലയോ സ്റ്റൈലൊന്ന് മാറ്റിയിടാ. നിറമുള്ളൊരു കാലൻ കുടയും റോക്ക് സ്റ്റാറിൻ ഷൂസും വേണം. പഴം കഞ്ഞി കുടിക്കണ കാലം പോയില്ലേ ചേട്ടായി? ഒരു പോക്കിരി രാജ സ്റ്റൈലിൽ മീശ വളച്ചു നടക്കാം. ഒരു രാക്കിളി പെണ്ണിനൊപ്പം അടിച്ച് പാർട്ടി ചേരാം. എന്തിനാ എന്തിനാ ഈ ജന്മം വേസ്റ്റാക്കി? വർണ്ണങ്ങൾ മിന്നണ പേരിൽ കണ്ണൊന്ന് ചിമ്മണ നേരം കനവുള്ളൊരു സ്വർഗം തേടി നമുക്കൊന്ന് പോയിടാം. അത് റോക്ക റോക്ക. കൊട്ടിട്ട് സുട്ടിട്ട് മിന്നിച്ചു വന്നാട്ടെ. ഫാഷൻ പ്രോ മാറിയില്ലേ? ചൂക്കല്ലേ സ്റ്റൈലല്ലേ? 800 പോയിന്റായി ഓടിക്കാർ വാങ്ങണ്ടേ? 20ാം നൂറ്റാണ്ടെന്ന് പമ്പ കടന്നു ചെറുത്തായി. ഒരു പോക്കിരി രാജ സ്റ്റൈലിൽ മീശ വളച്ചു നടക്കാം. ഒരു രാക്കിളി പെണ്ണിനൊപ്പം അടിച്ച് പാർട്ടി ചേരാം. എന്തിനാ എന്തിനാ ഈ ജന്മം വേസ്റ്റാക്കി? പല കാലം മാറിയാലും ചില കോലം മാറൂല. പുതു കാരണവർക്കെന്താ അപ്പം വെക്കേണോ? കണ്ണാളെ കരിങ്കണ്ണാലെ നോക്കല്ലടി പെണ്ണേ. ഓ ഓ ഇതിൽ കൂടെ നോക്കിയാലും അതുപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല. ഞാൻ നിന്നോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്തോന്ന്? ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. വല്ല പെണ്ണുങ്ങളെ ആയിരിക്കും. പിന്നെ എനിക്കതല്ലേ പണി? അപ്പൊ പിന്നെ പാന്റ് ഇട്ടെന്നായിരിക്കും. ആ പാന്റ് ഇതൊന്നും അല്ല. പിന്നെന്തോന്ന്? നിന്റെ അച്ഛൻ ചത്തെന്ന്. ഇതേ മനുഷ്യ സൂചിയിട്ടൊരു കുത്തു വെച്ചേരും കേട്ടോ. എടീ, ഞാൻ കണ്ട സ്വപ്നം നിന്നോട് പറയുമ്പോൾ നീ അത് കേട്ട് വിഷമിക്കുന്ന വിചാരിച്ചാ ഇത്ര നാളും പറയാതിരുന്നത്. ഇതേ മേലെ ഇങ്ങനത്തെ സ്വപ്നം കണ്ടോണ്ടല്ലോ. കാണൂല, കണ്ടാലിട്ട് പറയത്തുമില്ല. എന്റെ പൊന്നെ, സ്വപ്നം പോലും കാണാൻ പറ്റൂലെന്ന് വെച്ചാ.
നീ ഒരു കാര്യം ചെയ്യ്, നാളെ കുട്ടികളെയും കൂട്ടി ഇറങ്ങി നമുക്ക് അവിടെ വരെ പോവാം. കുറച്ച് നാളായില്ലേ അച്ഛനും അമ്മയും കണ്ടിട്ട്. അച്ഛനും അമ്മയും കാണാൻ എനിക്ക് കൊതിയാവുന്നു. എന്ത് സത്യം പറ മനുഷ്യ, എന്നെ പിള്ളേരെ പറഞ്ഞു വിട്ടിട്ടേ നിങ്ങൾക്ക് ഇവിടെ വെള്ളോടി നടത്താനല്ലേ? ഓ എടി, അതല്ല, എനിക്ക് നാളെ അതിന്റെ അപ്പുറത്താണ് പണി. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, വേണ്ടാക്കി വേണ്ട. അല്ല, പറഞ്ഞത് നിങ്ങളാണേ, നിങ്ങളെ വിശ്വസിക്കാൻ പറ്റത്തില്ലേ, അതാ. ഇപ്പൊ ചത്തന്നേ കണ്ടുള്ളൂ. ചത്ത് കഴിഞ്ഞ് അങ്ങോട്ട് ചെന്നിട്ട് ഒരു നോക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കരുത്. അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. അച്ഛനും അമ്മയും കാണാൻ കൊതിയാവുന്നു. അമ്മ ഒന്ന് പെട്ടെന്ന് വാ അമ്മ, സമയം പോണ്, പരീക്ഷ. വരണടാ. അച്ഛനും മക്കളും കൂടെ രാവിലെ കുതിരപ്പുറത്ത് കയറി ഇരുന്നോളൂ. ബാക്കിയുള്ളവൾ കടന്ന് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം. എന്നിട്ട് വാ അമ്മ, വാ. മോളങ്ങോട്ട് നീങ്ങിയിരിക്കണേ. അങ്ങോട്ട് നീങ്ങിയിരിയടാ. നീങ്ങിരിടാ. ഇനി നിങ്ങൾ സ്ഥലം എവിടെ ഇരിക്കുന്നു? ഈ പാട്ട് വണ്ടി കളഞ്ഞിട്ട് ഒരു കാറ് വാങ്ങാൻ പറഞ്ഞ അത് കേൾക്കില്ല. പെട്രോളിന്റെ വില കാരണം ഇത് കളഞ്ഞിട്ട് നടന്നു പോകാനായ നോക്കുന്നത്. ഓ, വീട്ടിൽ കുനിഞ്ഞൊരു കുപ്പ എടുക്കാത്ത ആളാണ് ഈ നടന്നു പോണത്. എന്നാ നീ നാളെ തൊട്ട് പണിക്ക് പോകും, ഞാൻ നാളെ തൊട്ട് കുപ്പ പറക്കാൻ നിൽക്കാം. ഓ, എന്തെങ്കിലും പറഞ്ഞാ പിന്നെ ഓ. ആ കുളിർമഴയിലെ അമ്മായിയമ്മയുടെ മാല മരുമോള് കൊടുക്കോ എന്തോ, ഇല്ലെങ്കിൽ ഞാൻ ഇതുപോലെ അവളെ ചെത്തും. ഓ, വന്നോ? ആ, നിങ്ങൾ എത്തിയോ? ഞാൻ ഇന്നലെ രഘുവിനെ സ്വപ്നം കണ്ടു. പാൻറ് ഇട്ടെന്നോ അതോ ലോട്ടറി അടിച്ചെന്നോ മറ്റോ ആണോ? എന്താ കണ്ടേ? ഇന്നലെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീഴുന്നതായിട്ടാ. കേട്ട് കിളവൻ. നീ മോനെ കൊണ്ടുവന്നില്ലേ? അവന് പരീക്ഷയല്ലേ, വരണ വഴിക്ക് സ്കൂളിൽ വിട്ട്. ആ, ശരി ശരി. അമ്മ പോട്ടെ. വീട്ടിൽ കയറുന്നില്ലേ? ഇവിടെ അടുത്താ പണി, വൈകുന്നേരം വരുമ്പോ കേറാം. നിന്റെ അമ്മയ്ക്ക് സീരിയൽ കണ്ട് ഭ്രാന്തായതാ. വല്ല സ്വർണ്ണമായിരുന്ന പിന്നെയും വേണ്ടൂലായിരുന്നു. പാരട്ട കിളവി. വല്ല ഭ്രാന്താശുപത്രിയിലും കൊണ്ടിടണം. നല്ല മോളെ, എന്റെ അച്ഛൻ വേണ്ടിടുന്ന കാര്യം എന്തായി? അതിനെ കുറച്ചൊന്നും പറയണ്ട. ഇവിടെ ആണല്ലോ വെക്കുന്നത്. നീ വേറെ എവിടെയും കൊണ്ട് വെച്ച കാണുന്നില്ലല്ലോ. എവിടെ ഇവളൊക്കെ? ഓ, എവിടാ ഇത്? പണിയായ എടേ, താക്കോലെവിടെ? അതിന് നിങ്ങൾ വീട്ടിൽ പോയോ? ഓ, അതല്ല, പിന്നെ നീ പൂട്ടിയോ അതോ ഞാൻ പൂട്ടിയോ അതോ പൂട്ടിയില്ലയോ സംശയം, അതാ. വീട് പൂട്ടി താക്കോൽ എന്റെ കയ്യിലും ഉണ്ടേ. എന്ത്? അത് ഇവിടെ പറഞ്ഞതാ, നീ പറ. വൈകിട്ടെപ്പോരും? നേരത്തെ തരാം. ഇവിടെ ഒരു പുല്ലും നടക്കില്ല. അണ്ണാ, അവരാരും വന്നില്ലേണ? ഇനി വന്നിട്ടും കാര്യമില്ല. ഇത് കൂടുതൽ എന്ത് പറ്റാനാ? ഉപ്പും മുളകും
നിങ്ങൾ കാര്യം പറയണ ഇതൊരു മാതിരി. എടാ പാന്റും കുപ്പി ആകത്താ, താക്കോല അവളുടെ കയ്യിൽ. അണ്ണ ഏത് സമയത്താ എന്തോ. അണ്ണാ നിങ്ങക്ക് കുപ്പിയെങ്കിലും വണ്ടിക്കകത്ത് ഇട്ടുകൂടായിരുന്നു അണ്ണാ. അതാ ഞാൻ ആലോചിക്കുന്നത്. ഇന്നലെ വരെ വണ്ടിയിലിരുന്ന സാധനമാണ്. ശരിയാണല്ലോ, വണ്ടി ഇതവിടെ പോണ. കിട്ടി. ഇന്ന് ഞാൻ പൊരിക്കും. പാൻറിടും ഞാനൊരു നാൾ സ്റ്റൈലൻ പാൻറ്, ബെൽ ബോട്ടൺ പാൻറ്, ഷെയ്ഡുള്ള പാൻറ്, 3/4 പാൻറ്. മഴ 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 നനയുമ്പോൾ നിഴവേകും നിറമുള്ള പാൻറ്, സ്റ്റൈലൻ പാൻറ്. എന്റെ ദൈവമേ, ഒരു വാക്ക് പോലും സമ്മതിക്കണം. ആരോടിഞ്ഞ പോത്തുള്ളൂ. വെച്ചൊരു ദാഹം അത് കാണാതെ പോയോ എങ്ങനെ കയറ്റിയിടുകളോ ഓരോന്നമാര്. അല്ല എന്തായാലും ഞാനിത് നീടും. അണ്ണാ, ഹലോ ഹലോ മിസ്റ്റർ രഘു. ഹലോ എന്താണ് ഇത് കേറുന്നില്ലേ? കേറണില്ല. കേറ്റിത്തരാം കേറ്റിത്തരാം. കേട്ടാണ നമ്മള് വന്നിട്ട് ഇങ്ങേരിക്കേ 2 പിള്ളേരൊക്കെ ഉണ്ടായെന്ന് പറയണേ. എങ്ങനെയാണോ എന്തോ. അണ്ണാ ഗിരീഷ് അവിടെ. ഗിരീഷ് ടച്ചിങ്സ് വാങ്ങിക്കാൻ പോയി. ടച്ചിങ്സ് പൊറോട്ട ചിക്കൻ ഒന്നും ഇല്ലെന്ന്. പിന്നെ ചിക്കും ആദ്യം ഇത് കേട്ടാൻ നോക്കും. ഇതൊക്കെ എന്ത് കാല് വളർന്നു കാല് വളർത്തി പിടിക്കാം. ആന്റെ അതുകൊണ്ട് കാലിനെ കുറ്റം പറയുന്നതാ. ഇതൊക്കെ എവിടെ നോപ്പിച്ചെന്നാ? അതൊക്കെ ഒപ്പിച്ചു. അണ്ണാ എന്താ കുപ്പിയാടാ? കുപ്പി അകത്തുണ്ട്, പോയി എടുക്ക. പോയിട്ടോ. ഡേയ് നീ എവിടെ പോയത്? നീ വരാത്തോണ്ട് കുപ്പി പൊട്ടിക്കാതെ വെച്ചിരിക്കേ. പിന്നെ നിങ്ങളൊന്നും കാണിക്കുന്നത്. നീ ഇതെങ്ങനെ കേട്ടിടേ? അണ്ണാ കാല് നൂത്തുപിടിയാ, എന്നാൽ ഈ സാമാനം കേറും. അച്ചാർ എവിടെ നിന്ന് കിട്ടി? അവിടെ അടുക്കളയിൽ കൊണ്ടുവെക്കടാ. അവളത് അളന്ന് വെച്ചിട്ട് പോയതാ. എന്തിനാ നീ അടപ്പോട് കൂടി പോ. എന്റെ കാല് നീ അതോടെ വെച്ചിട്ടോ. ഓരോന്ന് ഒഴിക്കാം നമുക്ക്. അണ്ണാ കാല് താത്ത് പിടിയാണ. എടാ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് അടിച്ചാ പോരെ? ഇയാൾ എന്തോന്നു എല്ലാം അറിയാം, പക്ഷെ ഒന്നും അറിഞ്ഞൂടാ. അണ്ണാ ഓരോന്നൊക്കെ അടിച്ചിട്ടിരുന്നാലേ ഫോട്ടോക്കൊക്കെ ഒരു ഗുമ്മൂരുള്ളൂ. പിന്നല്ലാതെ. ഓ അങ്ങനാണ്. ഓ പിന്നല്ലാതെ അങ്ങനാണല്ലേ.
അണ്ണനെ കൊടുക്കണ്ട, ഫോട്ടോയിൽ കണ്ണ് ക്രാവും. ശരിയാണ്, അടിക്കണ്ട. ക്രാവ് ക്രാവ്. എടേ മതിയടേ, ഇനി ഫോട്ടോ എടുത്തിട്ട് അടിക്കാടേ. അണ്ണ എന്റെ രഘു അണ്ണ, നിങ്ങളൊരു പൊട്ടിക്കാട്ടെ. നമ്മളെ 4 പേരും കൂടെ നിങ്ങളെ ഫോട്ടോ എടുത്ത് ചെവരി പതിപ്പിച്ചിട്ട് ഇവിടെ നിന്ന് പോവും. എന്നാലും പൊറോട്ടയും ചിക്കനും വാങ്ങിയില്ലല്ലോ. ചുമ്മാതെ നോക്കി നോക്കിയിരിപ്പാണ് എന്നോ കണ്ട കിനാക്കളെല്ലാം ചിതറിപ്പോയി. അയ്യോ 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 അയ്യോ. തേച്ചില്ലേ തേച്ചില്ലേ കൂടെ നിന്നു തേച്ചില്ലേ, ഞാനൊരു ശരിയായി മാറിപ്പോയി. കഷ്ടം കഷ്ടം. മിണ്ടായിക്കണ, നിങ്ങളെ ഫോട്ടോ എനിക്ക് അവളെ വിളിക്കാൻ സമയായിരുന്നു. എന്റെ ഭാര്യ വരട്ടണ്ണ, ചേച്ചി എന്റെ വീട്ടിൽ വരണ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എടേ നിന്റെയൊക്കെ വീടാന്ന്, എന്റെ വീടല്ലേ? എഴുതിക്കണം അണ്ണാ, നിന്റെ വീട് എന്റെ വീടാന്നില്ല, നമ്മളെ വീടെന്ന് പറയണ. എടാ എണ്ണിക്കണോ? നിർത്ത് ഇവിടെ എവിടെയാണ്? എനിക്ക് വയ്യന്മാരിനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ആരാ? മാനസൻ. അഡ്രസ് വെച്ച് നോക്കുമ്പോൾ മുകളിൽ കാണുന്നതാണ് വീട്. പോലീസോ? എഴുന്നേക്കടേ, പോലീസ് ഒത്തിക്കുന്നേ. നീക്ക് ക്യാമറ മോട്ടിച്ചോണ്ടാ വന്നിരിക്കുന്നേ. എഴുന്നേക്കടാ അതി, എഴുന്നേക്കടാ. പോലീസ് വരട്ടണ്ണ, പോലീസ് വരട്ടെ. എടാ നിന്നെ ഡേ, പോലീസ് വന്നിരിക്കുന്നു. എടാ പോലീസ് വന്നിരിക്കുന്നു, എഴുന്നേക്കടേ. എടാ എഴുന്നേക്കാൻ, പോലീസ് വന്നിരിക്കുന്നു. പോലീസ് വന്നിരിക്കുന്നു. എണീരടേ. അപ്പുറത്തിരിക്കുന്നത് ചന്ദ്രന്റെ വീട്. അപ്പോ ഇത് രഘുവിന്റെ വീട് ആയിരിക്കും. വാ. കുറ്റം വരെ ആപ്പിളല്ലോ. വിളിച്ചു നോക്കാലുണ്ടോന്ന്? ആളില്ലേ? ആരുമില്ലേ ഇവിടെ? അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. അകത്താളുണ്ട്. വല്ലവരും ചത്തു കിടക്കണമെന്നോ? കേറി നോക്കേണ്ടി വരുമോ? മിക്കവാറും. അങ്ങ് സമാധിയാക്കട്ടെ. ഇതാണോടാ രഘുവിന്റെ വീട്? സാറേ ഇത് തന്നെ. നിങ്ങൾ ആരാ രഘു? രഘുവിന് തുണി കൊടുക്കാൻ പറ്റും. തുണിയില്ലാതാകത്ത എന്താ പരിപാടി? അതല്ലേ ഇത് മറ്റേ എന്തോന്ന് മാട്ട സാധനോടാ ഇത്? മാറ്റ ഇവനാണല്ലേ രഘു? എന്തോന്നാ വിളിച്ചിട്ട് ഇറങ്ങി വരാൻ നിനക്ക് ഇത്ര താമസം?
ലുങ്കി കൊടുക്കുമായിരുന്നു സാറേ. മൊത്തത്തിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോടാ. ആരെയും കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ടോ? അയ്യോ ഉറങ്ങി കിടക്കാണ് സാറേ, കുറച്ച് മേടിച്ചോളും. സാറിന്റെ അടുത്ത് കയറിയിരിക്കാൻ പറഞ്ഞു. ആളെ കളിയാക്കണടാ, ബോധം കെട്ട് കിടക്കണം. പോലീസുകാരാ? ആ മാട്ട സാധനത്തിന്റെ കെട്ട് മാറിയിട്ടില്ല. നമുക്ക് വന്ന കാര്യം നോക്കാം. എവിടെയാടാ മാർസന്റെ വീട്? ഇവിടെ എന്തിനാ സാറേ? അവന്റെ ഒരു പാസ്പോർട്ട് വെരിഫിക്കേഷന് വേണ്ടി വന്നാ. അവൻ നല്ല പയ്യനാ സാറേ. വീട് വലിക്കില്ല, കുടിക്കില്ല, പണി കഴിഞ്ഞ് വന്ന് പെണ്ണുമ്പിളുടെ കീഴിൽ അടയിരിക്കും. അടയോ? അതല്ല സാറേ, ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഭാര്യയുടെ കീഴിൽ വന്നിരിക്കുന്നവനെ അടയിരിക്കാതെ ഞങ്ങളൊക്കെ പറയുന്നത്. ആ, അതായത് മാനം മര്യാദയ്ക്ക് കുടുംബം നോക്കി ജീവിക്കുന്നവൻ അട. കള്ളും കുടിച്ച് പെണ്ണും പിടിച്ച് നടക്കുന്നവൻ നട്ടല്ലുള്ളവൻ. കൊള്ളാം. അതൊന്നും അല്ല സാറേ, അവനൊരാളെ വെട്ടിയിട്ടുണ്ട് പണ്ട്. ഞാൻ മാത്രമേ കണ്ടുള്ളൂ. എനിക്ക് അവൻ 5000 രൂപ തന്നു. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ആരോ പറഞ്ഞിളക്കിയതാണ് സാറേ. ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല സാറേ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അവനെ കൊണ്ടുപോകല്ലേ സാറേ? ഞാൻ പറയണ സത്യമാണ്. അമ്മ ഒന്ന് പറയാം. അവനെ കൊണ്ടുപോകല്ലേ സാറേ? അവൻ പാവാ സാറേ. അവനൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. ഗൾഫിൽ പോയി രക്ഷപ്പെടുന്നത് കണ്ട് ഏതോ അയാൾക്കുള്ളവന് പണ്ടേ നമ്മളോട് അവൻ യവനോട് ഇന്നലെ ഹാജരാവാൻ പറഞ്ഞാണ് സ്റ്റേഷനിൽ. യവൻ വന്നില്ല. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ വന്ന് ഇവനെ കൊണ്ടുപോകുന്നു. അത്രയും കരുതിയാണ്. പിന്നെ നമ്മൾ ഉപദ്രവിക്കത്തൊന്നുമില്ല. ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചോദ്യം ചെയ്യും. അത് കഴിയുമ്പോൾ ഇങ്ങ് വിടുകയും ചെയ്യും. പിന്നെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവൻ ഇനി പാസ്പോർട്ട് അതുപോലുള്ള കാര്യങ്ങളൊന്നും ഇനി കിട്ടില്ല. കൊണ്ടുപോകില്ല സാറേ. സാറേ അതൊക്കെ അവരുടെ സ്വകാര്യ കാര്യം. നമുക്ക് വാടി. അവര് നല്ല വഴിക്ക് പോകുമ്പോ ചൂരും പിടിച്ചു നിൽക്കാതെ വാ. പോടാ അങ്ങോട്ട്. സ്റ്റേഷനിൽ വിളിപ്പിക്കും. വന്നേക്കണം. നിനക്ക് ഞാൻ വെച്ചു. മതി മതി. പോടാ. നല്ലത് മാറ്റില്ല. പോ. വല്ല ആവശ്യം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? അത് ഒരു സത്യം പറഞ്ഞുകൂടെ? നാട്ടുകാരെല്ലാം കാണും സാറേ. എന്നെ വിട് സാറേ. ഞാൻ പറയണ ഒന്ന് കേള് സാറേ. എങ്കിലും ഞാൻ പറയണ ഒന്ന് കേള് സാറേ. സാറേ ഞാൻ പറയണ ഒന്ന് കേള് സാറേ. പ്ലീസ് സാറേ, എന്നെ ഇറക്കി വിട് സാറേ. സാറേ പോലീസ് സ്റ്റേഷനിൽ നിന്നായിരിക്കും. എടുക്കാത്ത എന്ത്? ഇനി കുറച്ചു ദിവസം കയറി ഇറങ്ങി നടക്കാമല്ലോ. ആ വേദനിക്കുന്നു പതുക്കെ. ഈ കമ്മലിട്ട് മക്കളുടെ കാതത്രയും പഴുത്തല്ല മോളെ. വേദന എടുക്കുന്നുമോ? ആകെപ്പാടെ ഉണ്ടായിരുന്ന ഇത്തിരി സ്വർണ്ണമായിരുന്നു. അതിനെ തൊലച്ച്. ഞാൻ വാക്ക് വരച്ചിട്ടുണ്ടേ. എനിക്ക് കിട്ടി നിന്റെ തള്ളയുടെ വായിന്ന്. കണക്കായി പോയി. നിർത്ത്. ഇവിടെ താങ്ക്സ് സാറേ. താങ്ക്സ് ഒന്നും വേണ്ടേ. ഇതൊക്കെ ഞാൻ അവന് വേണ്ടി ചെയ്യുന്ന ചെറിയ കാര്യങ്ങളല്ലേ. പക്ഷെ ഞാൻ അവനോട് പറഞ്ഞിരുന്നു, ചെറിയ എന്തെങ്കിലും കേസുണ്ടെന്ന് പറഞ്ഞ പോരായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ വീട്ടുകാർ വിശ്വസിക്കില്ല സാറേ. ശരി പോക്കോ. എന്തെങ്കിലും ഉണ്ടോ വിളിക്കും. ശരി സാർ. പോ. ഹലോ. അവനെ ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ.
നന്ദി ഉണ്ടടാ പോലീസുകാരാ. നിന്റെ താങ്ക്സ് ഒന്നും വേണ്ട. വൈകിട്ട് കൂടുമ്പോ എന്നെ കൂടെ ഓർത്താ മതി. ഓർക്കത് മാത്രമേ കാണൂ. പോടാ പോടാ, വെച്ചിട്ട് പോടാ. ആ ശരി ശരി ശരി. നീ ഇനി തുടർന്ന് പഠിക്കണം. അത് സർക്കാർ സ്കൂളിലല്ലേ, വലിയ ചിലവൊന്നുമില്ലല്ലോ. പിന്നെ നിനക്ക് നിന്റെ അമ്മയ്ക്ക് 2 നേരത്തെ ആഹാരം, അത് ഞാൻ ജോലിക്ക് പോയില്ലേ, അതെന്റെ വീടിന്റെ ചിലവിനൊപ്പം നടന്നു പോകും. എന്നാലും എന്തെങ്കിലുമൊക്കെ പഠിക്കണോടാ. അല്ലെങ്കിൽ ഈ കൂലിപ്പണി എന്ന് വെച്ചാൽ വല്ലാത്ത ആട്ടുന്നുപ്പ. എന്തേലും പഠിക്കണം. അണ്ണാ, അമ്മ പറയണത് സഹോദരി അയച്ച കടം ബാക്കിയുണ്ട്, അത് വീട്ടണം. അവള് പറയണത് മോളെ നല്ലവണ്ണം പഠിപ്പിക്കണം, പിന്നെ ബാക്കിയുള്ളവരെ പോലെയൊക്കെ വലിയ വീട് വെക്കണം. ഇതിനൊക്കെ കൂടെ അവര് പറയണത് ഞാൻ അന്യനാട്ടിൽ പോയി പണിയെടുക്കണമെന്ന്. ദുബായില് നല്ല ജോലിയൊക്കെ തന്നെയാണ്. ഇവിടെ കിട്ടുന്നേക്കാളും 3 ഇരട്ടി ശമ്പളവും കിട്ടും. പക്ഷെ ഇവിടെ നഷ്ടപ്പെടുന്ന ദിവസങ്ങൾ അതവിടെ കിട്ടൂലല്ലോ അണ്ണാ. എനിക്ക് പറ്റൂലുണ്ട് ഇവിടെ വിട്ടു പോവാൻ. ഭാര്യയും മക്കളെയും പിരിഞ്ഞ് അന്യനാട്ടിൽ പോയി കഷ്ടപ്പെട്ടിട്ട് വയസ്സങ്കാലം തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യാനാണ്? മക്കളെ കളിപ്പിക്കാനാ? എനിക്കറിയാം നാട്ടിലാവുമ്പോൾ പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ അന്നൊന്ന് കിട്ടുന്നതുകൊണ്ട് ജീവിക്കാനേ പറ്റൂ. എന്നിരുന്നാലും അതിലൊരല്പം സന്തോഷം കണ്ടെത്തിയ പോരെ. അരപ്പട്ടിണിയാണെങ്കിലും ജീവിക്കണ കാലത്ര എനിക്കെന്റെ ഭാര്യയുടെ മക്കളോട് ജീവിച്ച മതിയാണ്. വലിയ വലിയ ആർഭാടങ്ങളൊന്നും, ചെറിയ ചെറിയ സ്വപ്നങ്ങളാണ് എന്റെ സ്വർഗം. പുല്ല്. ഇതറിഞ്ഞെങ്കിൽ നിന്റെ ഡയലോഗ് കഴിഞ്ഞിട്ട് അടിച്ചാൽ മതിയായിരുന്നു. അതെന്താണ്? അടിച്ച കെട്ടും പോയി. അതിന് ഞാൻ ഒരു ചെറുതല്ലേ അടിച്ചോളൂ, ബാക്കിയെല്ലാം നിങ്ങളല്ലേ അടിച്ചത്. പിന്നെ ഒരു അരയെ മാറ്റി വന്നിട്ട് 2 പുള്ളിന്റെ സങ്കടമില്ലേ നീ പറഞ്ഞത്? അങ്ങനെ അതൊക്കെ പോട്ടു. അണ്ണാ പാന്റ് ഇടുന്ന കാര്യം എന്തായി? അതൊക്കെ ഉപേക്ഷിച്ചേ. ഫോട്ടോ ഷൂട്ട് എന്ന് പറഞ്ഞിട്ട് കുറെ പൈസ കളഞ്ഞത് മിച്ചം. നിങ്ങൾക്ക് തലയ്ക്ക് ഓളം ഉണ്ടോ മനുഷ്യ? ഫോട്ടോഷൂട്ട്, ക്യാമറ വാടകയ്ക്ക് എടുക്കുന്നു. അല്ല, ഈ വാടകയ്ക്ക് എടുത്ത ക്യാമറ ആരെന്നറിയാമോ? ഇല്ല. അത് ഹരീരയാണ്. ആ മണ്ടത്തരങ്ങൾ കാണിക്കുന്ന മര്യാദ വേണ്ടി ഉമ്മ കാശ് കൊണ്ട് കളയാനായിട്ട്. ആണാ, നിങ്ങൾക്ക് പാന്റ് ഇടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ആവശ്യം അവസരം വരുമ്പോൾ അതങ്ങ് ഇടണം. അല്ല, ഞാൻ പാന്റ് ഇട്ടാ കൊള്ളാമോ കൊള്ളൂലേ അങ്ങനെ ടെൻഷൻ എന്തിന്? ഞാൻ പാന്റ് ഇടുന്നത് ഇതുവരെ ആരും കണ്ടിട്ടില്ലടാ. ഞാൻ പാന്റ് ഇട്ട പിന്നെ നിങ്ങൾ പാന്റാണോ ഇടുന്നത് മുണ്ടാണോ കൊടുക്കുന്നത് നോക്കി നടക്കലല്ലേ നാട്ടുകാരുടെ പണി. എന്റെ രഘുണ്ണ, നിങ്ങൾ തീരെ പഴഞ്ഞനാവരുത്. നമുക്ക് എത്ര പ്രിയപ്പെട്ടവരായിരുന്നാലും കാണുമ്പോൾ ഒന്ന് നോക്കും, ഒന്നും വേണ്ട. പിന്നെ അവരെ നമ്മൾ ഓർക്കണത് പിന്നെ എപ്പോഴെങ്കിലും കണ്ടുമുട്ടുമ്പോഴായിരിക്കും. അതിനിടയിൽ നിങ്ങൾ മുണ്ടാണോ കൊടുത്തിരുന്നത്, പാന്റാണോ ഇട്ടിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പാന്റ് ഇട്ടിട്ട് എത്ര വർഷമായി, ഇതൊന്നും ആരും ചിന്തിക്കാൻ പോണില്ല. പണ്ടൊക്കെ ആണെങ്കിൽ പാന്റൊക്കെ ഇട്ട് പുറത്തിറങ്ങുമ്പോൾ ആരെങ്കിലും ചോദിക്കും, എവിടെ ദൂരയാത്രയ്ക്കാണ്? ഇന്ന് അതുമില്ല, ഒന്ന് പോവാണ്. അടുത്തതായി എന്താണ് നിങ്ങളുടെ വീട്ടിനടുത്തുള്ളവന്റെ കാര്യം? പോലീസ് വിട്ടാ? ഇത് ആദ്യമായിട്ടായിരിക്കല്ലേ വെട്ടിയാനെ കിട്ടിയിട്ടും വെട്ടുകൊണ്ടവനെ കിട്ടാത്തത്. ഹലോ, ക്യാമറ കൊടുത്തില്ല, ഫോട്ടോഷൂട്ട് എടുത്താലാ? ഒരു ഉള്ളിന്റെ കേസേ ഉള്ളൂ അല്ലേ? അവന് വല്ലതും കൊടുത്താ മതി.
ഇല്ല കുപ്പിയാമ എടുത്തിട്ട് വരും. നീ പോയി ക്യാമറ എടുത്തിട്ട് വാ. വേണ്ട. ഇല്ല ഫോട്ടോഷൂട്ട്. ഞാനൊന്നും വേണ്ടടേ, എല്ലാം നിർത്തി. ഇനി ഞാൻ പാൻ്റ് ഇടുന്നില്ല. എന്താണ്? ശരിക്കും നിങ്ങൾ എന്നെ മുതലെടുക്കുമായിരുന്നല്ലേ? ഞാൻ അറിഞ്ഞു അത് നിന്റെ ക്യാമറ ആയിരുന്നെന്ന്. നിങ്ങൾക്കറിയാമോ ഞാൻ ആ പൈസ അങ്ങനെ തന്നെന്ന്? എന്റെ മക്കളുടെ കായ്ക്കൊടുക്ക പൊട്ടിച്ചും എന്റെ മകളുടെ കമ്മല് പണയം വെച്ചുവാ. എന്തായാലും വെള്ളമടി നടക്കട്ടെ. ഞാൻ വെറും മണ്ടൻ. എൻ്റെ മോക്ക് നല്ല വേദന ഉണ്ടല്ലേ? അവരെല്ലാം കൂടെ പറഞ്ഞപ്പോൾ പറ്റിപ്പോയി മോളെ. അച്ഛൻ്റെ നല്ല പ്രായത്തിൽ അങ്ങനെയൊന്നും പാൻ്റൊന്നും ഇട്ട് നടന്നിട്ടില്ല. എല്ലാവരും പാൻ്റൊക്കെ ഇട്ട് നടക്കുന്ന കണ്ടപ്പോൾ അച്ഛന് വല്ലാത്തൊരു മോഹം. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അച്ഛൻ മോൾക്ക് വേറെ കമ്മല് വാങ്ങിച്ചു തരാം. അവന്മാരെല്ലാം കൂടെ അച്ഛനെ പറ്റിക്കുമായിരുന്നു മോളെ. ഈ നിലാവും ഞാനും മൗനവും നിൻ സ്നേഹത്തിൻ നിശ്വാസവും നിറമുള്ള സ്വപ്നത്തിൻ ചിറകേറി പാറുവാനാരോ ആരോ കാതിൽ മന്ത്രമായി മൂളിയോ. എടീ, ഞാൻ കള്ളം പറഞ്ഞതാ. എന്തോന്ന്? നിന്റെ അച്ഛൻ മരിച്ചെന്ന് സ്വപ്നം കണ്ടെന്ന് പറഞ്ഞില്ലേ? അത് ശരിക്കും ഞാൻ കണ്ട സ്വപ്നം പാനിട്ടുണ്ടുള്ള എൻ്റെ ഫോട്ടോഷൂട്ടാ. എന്താ നീന്നും മിണ്ടാത്തെ? മോളുടെ കമ്മല് പണയം വെച്ച പൈസ തികയാഞ്ഞിട്ടാണോ കുടുക്ക പൊട്ടിച്ചത്? അറിഞ്ഞല്ലേ? ഹലോ ഹലോ ചേട്ടാ, ഇത് സുനിൽകുമാറാണേ. മനസ്സിലായ? ചങ്ങാതിക്കൂട്ടം എന്നൊരു ഫേസ്ബുക്ക് പേജില്ലേ, അതിൽ അഡ്മിനാ. മനസ്സിലായി. സുനിൽകുമാർ സുഖമാണോ? സുഖം. അവിടെയോ? സുഖം. ചേട്ടാ, ഈ ഓണത്തിന് ചങ്ങാതിക്കൂട്ടം ഫേസ്ബുക്ക് പേജിൽ എല്ലാവരും കൂടി ഒന്ന് ഒത്തുചേരുന്നുണ്ട്. ചേട്ടൻ വരണം. എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വരാൻ കഴിയില്ല, പ്രത്യേകിച്ച് ലേഡീസുകൾക്ക്. എന്നാലും വരാൻ കഴിയുന്നവരെല്ലാവരും വരണം. കഴിയുന്നതും ട്രിവാൻഡ്രത്തുള്ള എല്ലാവരും പങ്കെടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ചേട്ടൻ പറ്റില്ലേ? കഴിയുന്നത് ഞാനങ്ങ് എത്താം. എല്ലാവരെയും കാണുകയും ചെയ്യാമല്ലോ. പിന്നെ സുനിൽകുമാറിനെ. ഓക്കെ ചേട്ടാ, താങ്ക്സ്. അപ്പോൾ ഇനി ഒത്തുചേരലിന് കാണാം. ഗുഡ് നൈറ്റ്. ഓക്കേടാ, ഓക്കെ. ഗുഡ് നൈറ്റ്. ആടാ, നിങ്ങൾക്ക് പാൻറ് ഇടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ആവശ്യം അവസരം വരുമ്പോൾ അതങ്ങ് ഇടണം. അല്ല, ഞാൻ പാൻറ് ഇട്ടാ കൊള്ളാമോ? കൊള്ളൂലേ? അങ്ങനെ ടെൻഷൻ ചെയ്യുന്നതിന്.
ആരാ വിളിച്ചത്? ഞാൻ പറഞ്ഞിട്ടില്ലേ ഫേസ്ബുക്കിൽ ചങ്ങാതി കൂട്ടം എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന്, അതിലെ അഡ്മിനാ. ഈ ഓണത്തിനൊരു ഒത്തുചേരൽ വെച്ചിട്ടുണ്ടെന്ന്, ചെല്ലണമെന്ന്. ആ ഗ്രൂപ്പിൽ ഞാൻ പോയിട്ട് ബാക്കി എല്ലാവരും പാൻറ്റും കോട്ടും സൂട്ടും ഇട്ടിട്ടുള്ള ഫോട്ടോകളാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ മാത്രം മുണ്ടും ഷർട്ടും. തുമ്പപ്പൂക്കളമെഴുതിയൊരുങ്ങി തുമ്പിക്കൂട്ടം, ചന്തത്തിൽ ചമഞ്ഞു വരുന്നു ചങ്ങാതിക്കൂട്ടം. തിരുവാതിരമേളം കളിയൂഞ്ഞാലാട്ടം, കസവാടഞ്ഞൊറിയുന്ന പുലരിപ്പൂഴിയാലെ മഴവില്ലുയിരിയിച്ചു ചങ്ങാതിക്കൂട്ടം. മധുമൊഴി ചിതറിയ ചൊടികളിൽ ചിരിയുമ ചങ്ങാതിക്കൂട്ടം. തുമ്പപ്പൂക്കളമെഴുതിയൊരുങ്ങി തുമ്പിക്കൂട്ടം, ചന്തത്തിൽ ചമഞ്ഞു വരുന്നു ചങ്ങാതിക്കൂട്ടം. തിരുവാതിരമേളം കളിയൂഞ്ഞാലാട്ടം, കസവാടഞ്ഞൊറിയുന്ന പുലരിപ്പൂമിഴിയാലെ മഴവില്ലുയിരിയിച്ചു ചങ്ങാതിക്കൂട്ടം. മധുമൊഴി ചിതറിയ ചൊടികളിൽ ചിരിയുമ ചങ്ങാതിക്കൂട്ടം. തുമ്പപ്പൂക്കളമെഴുതിയൊരുങ്ങി തുമ്പിക്കൂട്ടം, ചന്തത്തിൽ ചമഞ്ഞു വരുന്നു ചങ്ങാതിക്കൂട്ടം. മഞ്ചാടിക്കുന്നേറി പൂനുള്ളിവാ, എല്ലാരും വന്നല്ലോ കളി ചൊല്ലുവാൻ. കണ്ണാലെ കണ്ടു മിണ്ടാനായി വന്നു, ഇല്ല കഥ വേണ്ട പൊല്ലാപ്പും വേണ്ട. തോളോട് തോൾ ചേർന്ന് ആഘോഷിക്കാം, ആകാശക്കൂടാരം താഴെ കെട്ടാം. മനസ്സുകളായിരം നോവുകൾ കുന്നോളം കുന്നോളം കൂട്ടാതെ ആടാം. തുമ്പപ്പൂക്കളമെഴുതിയൊരുങ്ങി തുമ്പിക്കൂട്ടം, ചന്തത്തിൽ ചമഞ്ഞു വരുന്നു ചങ്ങാതിക്കൂട്ടം. ഒന്നായി ചേരുമ്പോൾ കഥ മാറിയോ, മന്ദാരപ്പൂച്ചണ്ട് കൈമാറിവാ. ചങ്ങാതിമാരെ കണ്ണാടി വേണ്ട, ചങ്കായി നിന്ന കില്ലാടി നമ്മൾ. സ്നേഹത്തിൻ മാല്യങ്ങൾ കോർത്തുവയ്ക്കാം, മാലാഖമാരത്ത് ആടിപ്പാടാം. മിഴികളിലായിരം താരങ്ങൾ മിന്നുന്നു മിന്നുന്നി ആഘോഷമേളത്തിൽ. തുമ്പപ്പൂക്കളമെഴുതിയൊരുങ്ങി തുമ്പിക്കൂട്ടം, ചന്തത്തിൽ ചമഞ്ഞു വരുന്നു ചങ്ങാതിക്കൂട്ടം. തിരുവാതിരമേളം കളിയൂഞ്ഞാലാട്ടം, കസവാടഞ്ഞൊറിയുന്ന പുലരിപ്പൂമിഴിയാലെ മഴവില്ലുയിരിയിച്ചു ചങ്ങാതിക്കൂട്ടം. മധുമൊഴി ചിതറിയ ചൊടികളിൽ ചിരിയുമ ചങ്ങാതിക്കൂട്ടം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊക്കെ വളരെ സന്തോഷത്തിലാണ്. കാരണം ഇന്ന് നമ്മളെല്ലാവരും ഒത്തുകൂടിയിരിക്കുകയാണ്. അതിന് ഞാൻ ആദ്യമായി നന്ദി പറയുന്നത് ദൈവത്തിനാണ്. ദൈവമെന്നുള്ള ഒറ്റ ശക്തി കൊണ്ടാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ ചങ്ങാതിക്കൂട്ടം എന്ന ഫേസ്ബുക്ക് പേജിലൂടെ പരിചയപ്പെടുകയും ഒത്തുകൂടുകയും ചെയ്തത്. നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന
ബഹുമാന്യ വ്യക്തികളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എന്തോന്ന് കോലമാണ് ഇത്, ഇങ്ങനെ ഒരു ഓണാഘോഷ പരിപാടിക്ക് പറഞ്ഞത്? കഷ്ടം. ഓണേ അത് ക്രിസ്മസ് തന്നിടാത്തവരെ നടക്കുന്നത്. ഞാനിവിടെ നിന്ന് കണ്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നിയ ഒരു ചെറിയ കഥ ഞാൻ നിങ്ങളോട് പറയാം. അച്ഛനൊന്ന് വിളിക്കാമോ? ഓ, ഇതെവിടെ പോയി കിടക്കുന്നു? ഒന്നിങ്ങോട്ട് വരുവോ? സമയം പോന്ന്. ബന്ധുക്കളുടെ കല്യാണത്തിനെങ്കിലും നേരത്തെ പോവാന്ന് വെച്ചാൽ നടക്കില്ല. ഇതിനായിരുന്നു എത്ര താമസം? ഞാൻ കരുതി അയാളും ആഗ്രഹിച്ചു സ്വന്തമായി ഒരു കമ്പനി തുടങ്ങണം. അധികം വൈകാതെ തന്നെ ആ സ്വപ്ന ദിവസമെത്തി. സ്വന്തമായി ഒരു കമ്പനി. ആ സന്തോഷ നിമിഷം ഉൾക്കൊണ്ടുകൊണ്ട് ആ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാൻ അയാളുടെ എല്ലാ സുഹൃത്തുക്കളെയും ക്ഷണിച്ചു. സുഹൃത്തുക്കളെല്ലാവരും ഉന്നത പദവിയിലുള്ളവരായിരുന്നു. ആ കമ്പനിയുടെ ഉദ്ഘാടനത്തിന്റെ തലേ ദിവസം അയാളുടെ എല്ലാവർക്കും ഒരു വിരുന്ന് നൽകി. ആ വിരുന്നിന് കാര്യസ്ഥത വഹിക്കാൻ 50 വയസ്സുള്ള ഒരു മനുഷ്യനെയാണ് നിശ്ചയിച്ചിരുന്നത്. ആ മനുഷ്യന്റെ വേഷം മുണ്ടും ഷർട്ടുമായതുകൊണ്ടാവാം കോട്ടും സൂട്ടും ധരിച്ച ഉദ്യോഗസ്ഥന്മാർ അയാളെ പല രീതിയിലും തന്നെ പരിഹസിക്കുന്നവർക്ക് മുഖം കൊടുക്കാതെ അയാളുടെ ജോലി തുടർന്നു. പിറ്റേന്ന് ഉദ്ഘാടന ദിവസം തന്റെ സ്വതസിദ്ധമായ വേഷവിധാനത്തിൽ അവിടെ എത്തിയ ആൾക്കാരെ സ്വീകരിക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുവാനും അയാൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ആണെങ്കിലും ആ മനുഷ്യന്റെ മുണ്ടും ഷർട്ടും തന്നെയായിരുന്നു സദസ്സിലെ കൂട്ടുകാരുടെ ചർച്ചാ വിഷയം. പക്ഷേ ഇവരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പുതിയ കമ്പനി ആരംഭിക്കുന്ന അവരുടെ കൂട്ടുകാരൻ മുണ്ടും ഷർട്ടുമിട്ട് സ്റ്റേജിൽ പ്രത്യക്ഷപ്പെട്ടു. എക്സിക്യൂട്ടീവ് ഡ്രസ്സിൽ വരേണ്ട കമ്പനി മാനേജർ സാദാ മുണ്ടും ഷർട്ടും ധരിച്ച് വന്നതിൽ എന്തിനാണെന്ന് മനസ്സിലാവാതെ സദസ്സിലിരുന്നവർ പരസ്പരം നോക്കി സംസാരിച്ചു. ഇതൊന്നും വകവയ്ക്കാതെ തലേ ദിവസം കാര്യസ്ഥനായി നിന്ന ആ മനുഷ്യനെ കൊണ്ട് അയാളുടെ കമ്പനി ഉദ്ഘാടനം ചെയ്യിച്ചു. അവിടെ വന്നു കൂടിയവർക്കെല്ലാം അവരെയെല്ലാം വിളിച്ചു വരുത്തി അപമാനിച്ചു എന്നതുപോലെ ആയിരുന്നു അയാളുടെ ഈ പ്രവൃത്തി. അയാൾ അങ്ങനെ ചെയ്യാനുള്ള കാരണം അയാൾ തന്നെ വിശദീകരിച്ചു. അയാൾ ഒറ്റ വാക്കിൽ പറഞ്ഞു, ഇദ്ദേഹമാണ് എന്റെ ജീവിതത്തിലെ ഈശ്വരൻ. ഞാൻ ജോലി നോക്കിയ എന്റെ കമ്പനിയുടെ മുതലാളി. ഞാൻ അദ്ദേഹത്തെ ഈശ്വരൻ എന്ന് വിളിക്കാൻ കാരണം ഒരു മനുഷ്യരും ചെയ്യാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളതും ചെയ്തുകൊണ്ടിരിക്കുന്നതും.
നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഇദ്ദേഹത്തിന് 21 കമ്പനികളുണ്ട്. പക്ഷേ അതിൽ ഒരെണ്ണം മാത്രമേ അദ്ദേഹത്തിന്റെ പേരിലുള്ളൂ. ബാക്കി 20 എണ്ണവും അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ സ്റ്റാഫുകളുടെ പേരിലാണ്. അങ്ങനെയുള്ള ഇദ്ദേഹത്തെ ഈശ്വരൻ എന്നല്ലാതെ പിന്നെ എന്താണ് വിളിക്കേണ്ടത്? ഇത്രയും കളിയാക്കലുകൾ കിട്ടിയിട്ടും മറുത്തൊന്നും പറയാത്തതിന്റെ കാരണം അദ്ദേഹം പറഞ്ഞത്, കോട്ടും സൂട്ടുമിട്ട മണ്ടന്മാരെ അദ്ദേഹം ആദ്യമായിട്ടല്ല കാണുന്നത് എന്നായിരുന്നു. ഇവിടെ അവരവരായി ജീവിക്കാൻ അധികം മുതൽ മുടക്കോ അമിത ആഗ്രഹങ്ങളോ വേണ്ട. മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ് ചിലവേറുന്നതും പിരിമുറുക്കം കൂടുന്നതും. താനായിട്ട് തന്നെ ജീവിക്കുക. തന്റെ ഇഷ്ടങ്ങളും പ്രത്യേകതകളും മാത്രം പരിഗണിച്ചാൽ മതി. ആരും പൂർണ്ണരല്ല. പക്ഷേ ഓരോരുത്തർക്കും അവരവരുടെ പ്രത്യേകതകളുണ്ട്. ഓരോ മനുഷ്യനും സ്വന്തം കഴിവുകളെക്കുറിച്ചും കഴിവുകേടുകളെക്കുറിച്ചും വ്യക്തമായ ഒരു ധാരണ വേണം. എന്തൊക്കെ ആകാം എന്നതുപോലെ തന്നെ എന്തൊക്കെ ആകാൻ കഴിയില്ല എന്നും ഇന്നത്തെ കല്യാണത്തിന് പാൻ്റൊക്കെ ഇട്ടൊരു വലസു എന്ന് പറഞ്ഞിട്ട് എന്തു പറ്റി? ഈ വേഷത്തിലൊക്കെ എന്തിരിക്കുന്നു? അതിപ്പോഴാണ് അറിയണേ. തന്റെ സകല സൗഭാഗ്യങ്ങളും കളഞ്ഞ് അന്യരെ രക്ഷിക്കുന്നവനും തനിക്കുള്ള ഭക്ഷണം മറ്റുള്ളവർക്കായി വീതിക്കുന്നവനുമാണ് ഒരു യഥാർത്ഥ മനുഷ്യൻ. അവിടെ രൂപാലങ്കാരങ്ങൾക്കോ ആകാരഭംഗിക്കോ യാതൊരു പ്രാധാന്യവുമില്ല.